തുടങ്ങിക്കഴിഞ്ഞാൽ കസേര കാലിയായി കിടക്കുന്നു, എല്ലാവരും മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് വഅദ് പറഞ്ഞ ആളുകളെ മുമ്പോട്ട് കയറ്റിയിരുത്തി വഅദ് പറഞ്ഞ ഒരു കാലത്തിന്റെ ശൈലി മാറി. അൽഹംദുലില്ലാഹ്, മുമ്പിൽ ഇരിക്കാൻ ഇനി സ്ഥലമില്ല, ആളുകൾ പോയി മാറണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ സദസ്സ് എത്തിച്ചേർന്നു എന്നത് അതിൽ 90% ഈ സമുദായത്തിന്റെ ചങ്കും കരളുമായ ചെറുപ്പക്കാരായി എന്നത് ഈ സമുദായത്തിന്റെ യുവാക്കളെ എഴുതിത്തള്ളാൻ സമയമായിട്ടില്ല. അവർ നന്മയുടെ ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കും എന്നതിന്റെ അടയാളമാണ് കാളമ്പാടി ഉസ്താദ് നഗറിൽ തടിച്ചുകൂടിയ ഈ 10,000-ങ്ങളിൽ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ. ഇതൊരു ഗാനമേളയുടെ സദസ്സല്ല, ഇത് റൊമാൻറ്റിക് ഭാവനയല്ല, ഇത് പണ്ട് KPSCയുടെ നാടകം കാണാമെന്ന സദസ്സല്ല. ഒരു ക്ലൈമാക്സ് കഴിഞ്ഞാൽ അടുത്ത ക്ലൈമാക്സിനും ഒരു ആന്റി ക്ലൈമാക്സിനും വേണ്ടി കാത്തിരിക്കുന്ന ഒരു തിരക്കഥാകത്ത് മയ്യഴിപ്പുഴയുടെ തീരത്ത് പോയിരുന്ന് സ്വച്ഛന്തമായ കാറ്റേറ്റ് 4 വർഷം അയാളുടെ മനസ്സിലുണ്ടായ ഒരു കഥ രൂപാന്തരം നടത്തി 2 മണിക്കൂർ പറഞ്ഞതല്ല. ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമയ്ക്ക് അവാർഡ് കിട്ടിയ തിരക്കഥാകൃത്ത് പറഞ്ഞത് 4 വർഷമായി പുഴയോരത്തിരുന്ന് ഞാൻ ആഗ്രഹിച്ചത് മുഴുവനും എഴുതി കുറിച്ച് 2 മണിക്കൂർ പറഞ്ഞപ്പോഴാണ് അവാർഡ് കിട്ടിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 വർഷത്തെ ചിന്തയല്ല. ഞാൻ ഇവിടെ വന്നിരുന്ന ഖുർആനും പ്രബന്ധവും എന്നൊരു വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഫൈസി പറഞ്ഞെങ്കിലും ഇന്നേ വരെ അത് നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പു, ഈ സദസ്സ് കൊണ്ട് പ്രയോജനമില്ല. മാനു ഉസ്താദ് എന്നോട് പറഞ്ഞു, പട്ടാമ്പിയിൽ ഇപ്രാവശ്യം ന്യൂ ഇയറിന്റെ ആഘോഷം ഉണ്ടായി. അൽഹംദുലില്ലാഹ്, കേരളത്തിന്റെ പല നഗരങ്ങളിലും ഇപ്രാവശ്യം ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളിൽ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും വിട്ടുനിന്നത് ഈ വാക്ക് കേട്ടിട്ട് തന്നെ. അതിന് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇപ്രാവശ്യത്തിന്റെ ന്യൂ ഇയർ പ്രഭാഷണം നടന്നത് ന്യൂ ഇയറിന് ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്ന സ്ഥലത്ത്. എവിടെയാ? ചാലക്കുടി. ഇവിടെ ഭയങ്കര. എവിടെയാ? നിങ്ങളുടെ ജില്ല തന്നെ തിരൂരാണ് പ്രഭാഷണം നടന്നത്. അൽഹംദുലില്ലാഹ്, 40,000-ത്തിലധികം ആളുകൾ. തിരൂരെ CI വന്നിട്ട് പറഞ്ഞു, അടുത്ത വർഷവും ഇതുപോലെ അന്ന് വയലു വെക്കുകയാണെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ തന്നെ വേണമെന്ന് ആവശ്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ തിരൂരിന് റെക്കോർഡ് കുടിയിലുണ്ടായിരുന്നെങ്കിൽ ആ ഒരൊറ്റ ദിവസത്തെ പ്രഭാഷണം കൊണ്ട് അതിൽ നിന്ന് ഒരു 10,000-കണക്കിന് ചെറുപ്പക്കാരെ മാറ്റി നിർത്താൻ. അന്ന് വയലിന് വരുമ്പോ വന്ന ചെറുപ്പക്കാര് ഉസ്താദേ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മദ്യപിച്ചു കൂത്താടിയ ഞങ്ങൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഉസ്താദിന്റെ വാദത്തിന്റെ സദസ്സിന് മുമ്പിലുണ്ട് എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് സമൂഹം മാറുമ്പോ അല്ലാഹുവിനെ നിലനിർത്തി തരുമാറാകട്ടെ. ആഗ്രഹത്തോടെ വന്ന എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ എന്റെ ചെറുപ്പക്കാരെ, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്നൊരൊറ്റ വാക്കിൽ ഞാൻ നിങ്ങളോടുള്ള എന്റെ സ്നേഹത്തിന്റെ കടപ്പാട് സ്വീകരിച്ച് ഇന്നും ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള മുസ്ലിം വനിതകളെ മുഴുവനും സ്വാധീനിച്ച മലയാള മനോരമയുടെ ചാനലിൽ വെറുതെ എന്റെ ഭാര്യയുടെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് നടക്കുന്നുണ്ട്. മുസ്ലിം വനിതകളെ ഇത്രത്തോളം ഉൽമിലോട്ട് കൊണ്ടുപോയ ഒരു പരമ്പര ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വളരെ ബോധപൂർവം കരുതിയില്ലെങ്കിൽ നമ്മുടെ ഉമ്മയെ നമുക്ക് നഷ്ടപ്പെടുന്നു, നമ്മുടെ പെങ്ങളെ നമുക്ക് നഷ്ടപ്പെടുന്നു, നമ്മുടെ ഭാര്യയെ നമുക്ക് നഷ്ടപ്പെടുന്നു, നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടപ്പെടുന്ന, ക്ലീനവും അശ്ലീലവും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹം ഇവിടെ കടന്നു വരികയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന ദുആയോടെ ഇൻഷാ അല്ലാഹ് അതൊക്കെ കൂട്ടി തന്നെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാമേവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഖുർആനും പ്രപഞ്ചവും എന്നതാണ് വിഷയം. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല. ഒരു വിഷയം പറഞ്ഞു പഴകിയതിനപ്പുറം ചില ചിന്തകൾ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു ചിന്തകൾ. ഈ പ്രപഞ്ചം വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ ഈ പ്രപഞ്ചത്തെ വളരെ വിശാലമായി പരിചയപ്പെടുത്തുന്നു. എന്താണ് പ്രപഞ്ചം? അല്ലാഹു പറയുന്നു, ആകാശത്തെ അവൻ പടച്ചു, ഭൂമിയെ പടച്ചു, ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വചരാചരങ്ങളെയും ഗോചരവും അഗോചരവുമായ അനവധി ജീവജാലങ്ങളെയും ഈ കാണുന്ന ഉൽക്കകളും താരാപഥങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും ധൂമകേതുക്കളും വാൽനക്ഷത്രങ്ങളും മനുഷ്യൻ അറിയുകയും അറിയുകയും അറിയാത്തതുമായ അനേകായിരം കോടാനുകോടി സൃഷ്ടികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമാർത്ഥമുണ്ട്. അല്ലാഹു പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താ? വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ.
പരിശുദ്ധമായ ഖുർആനിലൂടെ മാനവാ 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 അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. അല്ലാഹു പറയുകയാണ് എണ്ണപ്പെട്ട 6 ദിവസങ്ങൾ കൊണ്ട് 6 ദിവസങ്ങൾ കൊണ്ടാണ് ആകാശഭൂമികളെ ഞാൻ സൃഷ്ടിച്ചൊരുക്കിയത്. 6 ദിവസം കൊണ്ട് ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ചൊരുക്കിയ ഈ കാണുന്ന ആകാശത്തെ, ഭൂമിയെ, ഭുവനത്തെ, മണ്ണിനെ, വിണ്ണിനെ, നക്ഷത്രങ്ങളെ, താരാപരങ്ങളെ, ഗാലക്സികളെ, ഉൽക്കകളെ, കൊള്ളിമീനുകളെ, വാൽനക്ഷത്രങ്ങളെ എല്ലാത്തിനെയും ഞാൻ 6 ദിവസം കൊണ്ടാണ് പടച്ചൊരുക്കിയത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, എന്തിനാണ് ഞാൻ ഇതിനെ പടച്ചതെന്നറിയുമോ? 6 ദിവസം കൊണ്ട് ഈ വർണ്ണാഭമായ പ്രപഞ്ചത്തെ ഞാൻ പടച്ചതെന്തിനാ? خلقنا السماء والأرض وما بينهما لاعبين. മനുഷ്യ ചിന്തിക്കണേ, ആകാശത്തെയും ഭൂമിയെയും ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതെന്തിനാ? വമാ ബൈനഹുമാ ലാഇബീൻ. കളി തമാശയ്ക്ക് വേണ്ടിയല്ല, വിനോദത്തിന് വേണ്ടിയല്ല, വൃഥാ ഒരു പ്രകൃതിയുടെ വികൃതി പോലെ ഞാൻ സൃഷ്ടിച്ചൊരുക്കിയതല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ ഇടയിൽ വല്ലാത്തൊരു രഹസ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളെ, അതിന്റെ ഇടയിലുള്ള മണ്ണിന്റെയും വിണ്ണിന്റെയും ഇടയിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചതിന്റെ ഇടയിൽ പരമമായ ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം? സഹോദരങ്ങളെ, ചുമ്മാ മണ്ണിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടിയല്ല, കുറച്ച് ചിന്തിക്കാനും ആ ചിന്തക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ഖുർആൻ അടിക്കടി നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു ആ ഉണർത്തൽ നമുക്ക് പ്രയോജനകരമാക്കി തരട്ടെ. എന്താണ് പ്രപഞ്ചം? ആരാണ് പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നവർ? ഈ ആകാശവും ഭൂമിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? പരലോകത്തുള്ള ബന്ധം എന്താണ്? ഇതാണ് ഖുർആനും പ്രപഞ്ചവും എന്ന വിഷയം. ഈ ഭൂമിയും നമ്മളും തമ്മിൽ പരലോകത്ത് ബന്ധമുണ്ടോ, ദുനിയാവിൽ ബന്ധമുണ്ടോ? ഇതൊക്കെ എന്താണ് ഇതിന്റെ അവസ്ഥ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പോകലാണ് നമ്മുടെ വിഷയം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സൃഷ്ടിപ്പിന്റെ ഇടയിൽ ഒരു പരമമായ രഹസ്യമുണ്ട്. ഏതാ രഹസ്യം? അള്ളാഹു തന്നെ പറഞ്ഞതെന്താ? ലോകത്തുള്ള എല്ലാത്തിനെയും അള്ളാഹു പടച്ചു. ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യനെയല്ല, മാനവനെയല്ല, മനുഷ്യനെയല്ല, മനിതനെയല്ല. അള്ളാഹു ആദ്യമായി പടച്ചതാരെ എന്നറിയുമോ? ആകാശത്തെ പടച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ഇതിന്റെ ഇടയിലൂടെ സർവ്വതിനെയും പടച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഒരു വ്യാഴാഴ്ച ദിവസം അസറിന് ശേഷമുള്ള സമയത്താണ് ഈ ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏറ്റവും അവസാനമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാം അണിയിച്ചൊരുക്കി അഖിലലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഒരുക്കിയതിന് ശേഷം അള്ളാഹു അടാ മണ്ണിൽ നിന്ന് ആദമിനെ പടക്കുകയാണ്. ചാടി എഴുന്നേറ്റ ആദമിനോടാണ് അല്ല പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടാണ് പറഞ്ഞത്. അല്ല പറയുകയാണ്, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് കേട്ടടാ, 7 പ്രാവശ്യം കേട്ടതല്ലേ? അല്ല പറയുകയാണ് മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യനോട്, മാനവാ മാനവാ മാനവാ, മാനവലോകത്തിന്റെ പ്രതിനിധിയെ ആദമേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ ഏറ്റവും വലിയ പരമമായ സത്യം എന്താ? ആദമേ, ആകാശത്തെ പടച്ചത് നിനക്ക് വേണ്ടി, ഭൂമിയെ പടച്ചത് നിനക്ക് വേണ്ടി, കടലിനെ പടച്ചത് നിനക്ക് വേണ്ടി, അലറിയടിക്കുന്ന അനന്തസാഗരം അല്ലാഹുക്ക് വേണ്ടിയല്ല. ഓ മനുഷ്യ, നിനക്ക് വേണ്ടി. ഈ ഗിരിശൃംഗങ്ങൾ നിനക്ക് വേണ്ടി, ഈ മാമരകൾ നിനക്ക് വേണ്ടി, ഈ മാമരങ്ങൾ നിനക്ക് വേണ്ടി, ഈ വാൽനക്ഷത്രങ്ങൾ നിനക്ക് വേണ്ടി, ഈ കാണുന്ന ധൂമകേതുക്കൾ നിനക്ക് വേണ്ടി, മന്ദമാരുതന് നിനക്ക് വേണ്ടി, അലറിയടിക്കുന്ന കൊടുങ്കാറ്റ് നിനക്ക് വേണ്ടി, 1000 വട്ടം പേടിച്ചോടുന്ന കരിമൂർക്കനും നിനക്ക് വേണ്ടി. അല്ല പറയുകയാണ്, ഹുവല്ലദീ. അല്ല ആരെന്നറിയുമോ? അല്ല ആരെന്നറിയുമോ? അല്ല ആരെന്നറിയോ? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഈ കാണുന്ന എല്ലാത്തിനെയും
മനുഷ്യനെ നിനക്ക് വേണ്ടി പടച്ചു വെച്ചത് ഞാനാണ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ പിടിച്ചുകൂടിയ ഈ സ്കൂൾ ഗ്രൗണ്ടിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഈ വിനീതന്റെ അറിവില്ലായ്മ കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനായി പിറന്നവനാണ് അള്ള. മനുഷ്യന് വേണ്ടിയാണ് സൂര്യനെ കിഴക്കുന്നത് ഉദിപ്പിക്കുന്നത്. നിനക്ക് വേണ്ടിയാണ് നാളെ സൂര്യകോളം പടിഞ്ഞാറ് സ്തമിക്കുന്നത്. സഹോദരങ്ങള്, എന്നാണോ നീ മനുഷ്യനല്ലാതാവുക, എന്നാണോ പടച്ചറപ്പ് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുക, ആ സമയത്താണ് ഇതേ സൂര്യൻ പടിഞ്ഞാറ് നിൽക്കുക. അത് കിഴക്ക് പോയി അസ്തമിക്കുക. ഈ പ്രപഞ്ചത്തിന്റെ ഗതികൾക്ക് മാറ്റമുണ്ടാകുന്നത് ഒരു പരമാർത്ഥം പഠിച്ചുകൊള്ളുക. സൂര്യൻ കിഴക്കിന്റെ നമസ്തരിയും ഉദിക്കുന്നത് നമുക്ക് വേണ്ടി, പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നമുക്ക് വേണ്ടി, മഴ പെയ്യുന്നത് നമുക്ക് വേണ്ടി. പക്ഷേ ഈ പ്രകൃതിയുടെ ഘടനത്തിന് മാറ്റമുണ്ടാകും, ഈ പ്രകൃതിയുടെ മുന്നേറ്റത്തിനൊരു മാറ്റമുണ്ടാകും. അതെപ്പോഴെന്നറിയോ മോനെ മനുഷ്യ, എന്നാണോ പടച്ചറപ്പ് പറഞ്ഞ സ്ഥലത്ത് നീ വ്യതിചരിച്ചത്, ആ പ്രകൃതി നിന്നെ കാത്ത് നിൽക്കുകയില്ല. അന്നാണ് സൂര്യന്റെ ഉദയസ്ഥാനം മാറുക, അന്നാണ് അസ്തമയം മാറുക, അന്നാണ് പേമാരി കുതിച്ചു പെയ്യുക, അന്നാണ് പർവ്വതങ്ങൾ തകർന്നൊടുങ്ങുക, അന്നാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, അന്നാണ് അമ്പരം പൊട്ടിപ്പിളരുക, അന്നാണ് നാൽക്കാലി ചത്തു വീഴുക, അന്നാണ് മാമരങ്ങൾ മറിഞ്ഞു വീഴുക, അന്നാണ് പക്ഷികൾ കരഞ്ഞു പോവുക, അന്നാണ് പൊട്ടിപ്പിളർന്ന് തകർന്നു പോകുന്ന ലോകത്തിന്റെ മുമ്പ് ഈ ഭൂമി നിന്നെയോർത്ത് വിലപിക്കുന്നത്. ആ ഭൂമി നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ മറുപടി പറയുന്നൊരു ദിവസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനും പ്രപഞ്ചവും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ നിന്ന് മനുഷ്യൻ പൊട്ടിക്കരയുമ്പോ ആ മനുഷ്യനെ ഒത്ത് ഭൂമി കരയുന്നൊരു ദിവസമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത്ര സ്ഥലത്തുണ്ടായ പോലെ ഈ സദസ്സിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു നിയമമുണ്ട്. ഏത് നിയമം? ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി, E = mc². ദ്രവ്യ പരിവർത്തനം, ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജമുണ്ടാകും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം കോപ്പർനിക്കസിന്റെ, ടോളമിയുടെ, ബേക്കലിന്റെ, ഫ്രാൻസ് ബേക്കണിന്റെ മഹത്തായ സിദ്ധാന്തമൊക്കെ ടീച്ചർമാര് നമ്മെ പഠിപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. എന്താ? സൂര്യൻ കറങ്ങുന്നു, സൗരയൂഥത്തിൽ ഭ്രമണം ചെയ്യുന്നു, സൂര്യന് ചുറ്റും 9 നവഗ്രഹങ്ങൾ, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ചൊവ്വ, ശനി, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം കറങ്ങണമെങ്കിൽ 24 മണിക്കൂർ വേണം. സഹോദരങ്ങളെ, 24 മണിക്കൂർ കറങ്ങിയാലും ഈ ഭൂമി തീരാത്ത ദിവസമുണ്ട്. അതെപ്പോഴാ? ആദ്യം പ്രപഞ്ചത്തിന്റെ നിയമം ഫിക്സഡ് അല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്താണെന്നറിയോ? പ്രപഞ്ചത്തിന്റെ നിയമം, നീ ബയോളജിയിലും സയൻസിലും ഫിസിക്സിലും പഠിച്ച കാര്യം, അത് നിയന്ത്രിതമായ നിയമമല്ല. ഞാൻ പറയും, ഭൂമി എന്നും ഈ വേഗതയിൽ കറങ്ങില്ല, സൂര്യൻ എന്നും ഇങ്ങനെ ചലിക്കില്ല, കിഴക്ക് തന്നെ സൂര്യൻ ഉദിക്കില്ല, അതിന് മാറ്റമുണ്ടാകും, പടിഞ്ഞാറ് ഉദിക്കും. നമ്മൾ പഠിച്ച ഒരു നിയമം എന്റെ പൊന്നു ചെറുപ്പക്കാരികളെ മനസ്സിലാക്കിക്കോളീൻ. അള്ളാഹു നമുക്ക് വേണ്ടിയാണ് ആകാശത്തെയും ഭൂമിയെ പടച്ചു വെച്ചത്. ആ പടച്ച നിയമം അവസാനം വരെ മാറാതിരിക്കില്ല, ആ നിയമം മാറും. അള്ളാഹു മാറ്റാൻ തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്മാരെ, ഇത് മോനെ, നിനക്ക് സൂര്യനെ, ഈ കിഴക്കിൽ നിന്ന് ഉദിക്കുന്ന സൂര്യനെ നിനക്ക് പറഞ്ഞെടുത്ത് പിടിച്ചു നിർത്താൻ നിന്നെ കൊണ്ട് കഴിയും. ആരെക്കൊണ്ട്? വല്ലപ്പുഴക്കാരനെ കൊണ്ട് കഴിയും. എന്റെ കഴിയാത്ത ബഗ്ദാദുകാരനെ കൊണ്ട് മാത്രമല്ല, ബഗ്ദാദിലെ സുൽത്താൻ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്മാരെ പോലെ വിലായത്തിന്റെ പദവി, ലോകത്തിന്റെ നിയമത്തെ മാറ്റിമറിച്ചതുപോലെ അത് ബഗ്ദാദിന് മാത്രം നിശ്ചിതമല്ല, വല്ലപ്പുഴയിൽ നിശ്ചിതമാണ്. പക്ഷെ ആരാവണം? നീ അങ്ങനെ ഒരു മനുഷ്യനാവണം. പ്രകൃതിയുടെ നിയമം മാറിയിട്ടുണ്ട്. ഒഴുകിപ്പോയ പുഴ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. പുഴയുടെ മുകളിലൂടെ കുതിര ഓടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാത്തു നിൽക്കീൻ. എല്ലാ ചരിത്രവും ഞാൻ പറയാം, പക്ഷെ കാത്തു നിൽക്കീൻ. കമ്മിങ് സൂൺ, ഉടനെ വരും. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അല്ലാതെ വാത് കേട്ടിട്ട് വെറുതെ പോവാനല്ല. ആ സമയത്ത് പടച്ചവനെ ഞാൻ ആരാന്നറിയോ? അവനവനെ കുറിച്ച് മനസ്സിലാക്കണം. ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. ചീട്ടം കളിച്ച്, പട്ടച്ചാരായം കുടിച്ച്, കാളയും കൂട്ടി, കമ്പത്തിന് പഠിച്ച്, ഫുട്ബോളും കളിച്ച്, ലോകത്തിന്റെ ലഹരിയിൽ കിടന്നുറങ്ങാനവല്ല ഞാൻ ആരാണ്? ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് വരും നമുക്ക് വേണ്ടിയാ. ആർക്ക് വേണ്ടിയാ?
ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു അങ്ങനെ ആകാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ വീണ്ടും എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം എന്താ? പ്രപഞ്ചത്തിന്റെ നിയമം നിയന്ത്രിതമല്ല. ഏത് സമയത്തും ഈ പ്രപഞ്ചം തകരാം. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട വാണിംഗായിട്ട് പറയുകയാ. ഖുർആൻ തന്നെ പറയുന്നതല്ല, ഈ ഖുർആൻ ഒരു മുന്നറിയിപ്പാണ്. ആർക്കെന്നറിയോ? ഇന്നഹു തദ്കിറ ഫമൻ സദകറ കല്ലാ. ഖുർആൻ പറയാണ് കല്ലാ, ഏ മനുഷ്യ കല്ലാ, നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്, നീ ചിന്തിച്ചതുപോലെയല്ല. ഇന്നഹു തദ്കിറ, ഇതൊരു മുന്നറിയിപ്പാണ്. ആർക്കാണ് മുന്നറിയിപ്പെന്നറിയോ? ഇന്ന ഫീ ദാലിക ലദിക്റ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് മുന്നറിയിപ്പായി, ജീവിതത്തിന്റെ നന്മയുടെ പാതയിൽ നിലനിൽക്കാനായി. അതുകൊണ്ടല്ലേ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ആദ്യം ഞാൻ പറയുക, ബാക്കിയുള്ളത് പിന്നീട് പറയാൻ സമയം കിട്ടിയാൽ പറയാം. അള്ള പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയല്ലേ നമ്മുടെ ഭൂമി. ആ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരങ്ങളെ, 66,88,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ഭൂമിയിൽ 10,000 കോടി മുതൽ 50,000 കോടി വരെ ഗാലക്സി ഉണ്ട്. ആ ഗാലക്സികൾ തന്നെ ഏതാണ്ട് ഒരു ഗാലക്സിക്ക് 80,000 ഗോളങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം. ആ ക്ഷീരപഥമാണ് മിൽക്കി വേ. ആ ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമല്ലേ നമ്മുടെ ഭൂമി. ഞാനിത് പറയുന്നത് എന്താ? ഖുർആൻ പ്രപഞ്ചം പറയുമ്പോ ആ പ്രപഞ്ചത്തിൽ നമ്മൾ താമസിക്കുന്ന, നമ്മൾ മരിച്ചൊടുങ്ങുന്ന, നാളെ നമ്മൾ കൊണ്ടുപോയി കുടിയെടുത്തിട്ട് മറഞ്ഞാടുന്ന ഭൂമിയില്ലേ, ആ ഭൂമി മാത്രം പ്രപഞ്ചത്തിന്റെ വിഷയമായിട്ട് പറയുകയാ. ഇത് പല ഘട്ടങ്ങളായി നമുക്ക് പറഞ്ഞു തീർക്കാൻ സമയം കിട്ടുന്നത് പോലെ ഒരു വിഷയം പറഞ്ഞാലല്ലേ 2 മണിക്കൂറിൽ ഗുണപാഠമുണ്ടാവൂ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ അവസാനത്തെ മേൽവിലാസമല്ല. ഞാൻ പറഞ്ഞല്ലോ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, കോടാനുകോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു പോയാൽ 6700 പ്രകാശ വർഷം കഴിഞ്ഞ് ആ മനുഷ്യന് ഒരൊറ്റ ഗോളത്തിന്റെ മറുഭാഗത്തെത്തുമെങ്കിൽ എത്രയോ വിശാലമായ പ്രപഞ്ചമാ. ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന പ്രകാശം 7,600 വർഷം ഇതേ വേഗതയിൽ സഞ്ചരിച്ച എവിടെ എത്തുമോ അത്രത്തോളം വിശാലമാണ് ക്ഷീരപഥത്തിന്റെ ഒരേ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ. ആ ക്ഷീരപഥത്തിലെ ഗോളങ്ങൾ മുഴുവനും ഒരാൾ എണ്ണാൻ തീരുമാനിച്ച ഒരു സെക്കൻഡ് കൊണ്ട് 1 എന്ന് പറയുന്ന വേഗതയിൽ എണ്ണിയ പൊന്നുമോനെ 2,500 വർഷം കഴിഞ്ഞാല് ഒരു സെക്കൻഡിൽ 1 എന്ന് എണ്ണത്തിൽ എണ്ണാൻ തീരുമാനിച്ച 2,500 വർഷം കഴിഞ്ഞാല് അതെണ്ണി തീരുകയുള്ളൂ എങ്കിൽ ആ ക്ഷീരപഥത്തിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമായ ഭൂമിയില്ലേ അല്ല പറയുകയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എത്രയോ വിശാലമാ. ആ ഭൂമിയെ കുറിച്ചാണ് ഞാൻ പറയുക. ആ ഭൂമിയെ കുറിച്ചിട്ടാണ് പറയുക. അല്ലാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രപഞ്ചത്തിലെ ബാക്കിയെല്ലാം വിട്ടു. അതിലിപ്പോ ആകാശമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വല്ലപ്പോഴേ വരുമ്പോ പറയാം. ഇപ്പൊ ഒന്ന് പറയാം, ഭൂമി. പ്രപഞ്ചത്തിലെ ഭൂമിയുടെ മേൽവിലാസം മനസ്സിലായ ഇവിടെ BSc കഴിഞ്ഞാൽ B.Ed കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പടഞ്ചനായി, മൗലൂദ് വളർത്തിയിടേണ്ടതായി, പിന്നെ അവൻ വലിയ ആളായി. പൊന്നുമോനെ നീ ആരാ? നീ ആരടാ മോനെ? നീലാംശം എന്തേ ചന്ദ്രനിൽ കാലുകുത്തി? ചന്ദ്രനി ഇറങ്ങി നിന്നവരെ നിങ്ങളെവിടെയും കെട്ടുന്നുണ്ട്. ചന്ദ്രനി മനുഷ്യൻ കാലുകുത്തി. അതെന്താ കാലുകുത്തി എന്ന് പറയാ? ചന്ദ്രന് കാല് കുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ അന്തരീക്ഷത്തിന് സാന്ദ്രത കുറവാണ്.
അതുകൊണ്ട് എത്ര വെയിറ്റുള്ള സാധനം പഞ്ഞി പോലെ ഇവിടെ പറഞ്ഞു നടക്കും. അതുകൊണ്ട് ചന്ദ്രനില് ഇപ്പോ നാസയിൽ അത് പറയാൻ കേട്ടോ, പേടിക്കണ്ട, ശാസ്ത്രമൊന്നുമല്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, നാസയിൽ പുതിയ ഗവേഷണം നടക്കുക. ചന്ദ്രനിലേക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട് ആളുകൾ. 2 വർഷമായിട്ട് പരിശീലനത്തിലാണ്. ചന്ദ്രനിൽ കാല് കുത്തണമെങ്കിൽ 2 വർഷം പരിശീലനം നടക്കും. 2 വർഷമായി അമേരിക്കയിലെ വീട്ടമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്തപ്പോൾ നെസ്ലയുടെ കവർ കിട്ടി. കാഡ്ബറീസ് നെസ്ലയുടെ കവർ കിട്ടി. അതിന്റെ സ്ക്രാച്ച് ആൻഡ് വിൻ മത്സരമുണ്ട്. സ്ക്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയ 1ാമത്തെ പ്രൈസ് ചന്ദ്രനിലേക്ക് വിനോദയാത്ര പോകാൻ അവസരം കിട്ടി. ആ പെണ്ണ് 2 വർഷമായിട്ട് യന്ത്രം കെട്ടിയിട്ട് ചന്ദ്രനിൽ കുത്താനുള്ള പരിശീലനത്തില്. ഒരൊറ്റ രാത്രി കൊണ്ട് ചന്ദ്രനിൽ പോയി കാല് കുത്തിയിട്ട് ഒരൊറ്റ മനുഷ്യരേ ഉള്ളൂ, നബിയുനാ റസൂലുള്ളാഹി. ഒരു പരിശീലനം വേണ്ട. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസ. ഭൂമി എന്ന് പറയുന്ന ഗോളത്തിന് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചന്ദ്രന്റെ കാല് കുത്തിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ പോലും അമ്പരപ്പോടെ നോക്കിയിട്ട് പറഞ്ഞെന്താ, ആരാ നീരാംസോങ്ങാരാ? ആദ്യമായിട്ട് അപ്പോളോ വാഹനത്തിന്റെ 8ാമത്തെ പടിയിൽ നിന്ന് 9ാമത് കാലെടുത്ത് വെച്ചത് ചന്ദ്രനിലേക്കാ. ചന്ദ്രന്റെ കാല് കുത്തുമ്പോ നീരാംസോങ് ആദ്യം കുത്തിയ കാല് ഇടത്തെ കാലാണ് കുത്തിയത്. ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ദൈവവിശ്വാസിയല്ലേ വലത്തെ കാല് കുത്തും. ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തിയിട്ട് നീരാംസോങ് ചന്ദ്രൻ ഇറങ്ങുമ്പോ ആ നീരാംസോങ് 48 മിനിറ്റിലാണ് ചന്ദ്രന് നിന്നത്. അവസാനം തിരിച്ചു വന്നപ്പോ പത്തലേഖരോട് നീരാംസോങ് പറഞ്ഞിരണ്ടാ, ദൈവത്തോടുള്ള അന്ധമായ വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തി ചന്ദ്രൻ ഇറങ്ങിയവൻ പറഞ്ഞതെന്താ, 48 മിനിറ്റ് ഞാൻ ചന്ദ്രനെ നോക്കി നിന്നു. നീരാംസോങ്ങിന്റെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ കളിപ്പാട്ട കടയിൽ കയറിയ കൊച്ചുകുട്ടിയെ പോലെ എന്തെന്നറിയാതെ അവിടുത്തെ സിറ്റി വൈഭവം കണ്ട് ഞാൻ നോക്കി നിന്നെന്ന് സാക്ഷാൽ നീരാംസോങ് പോലും പറഞ്ഞു പോയാ ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസമില്ലേ സഹോദരങ്ങളെ? പടച്ചറപ്പിനെ തിരിച്ചറിയണോ? ഈ ഭൂമിയിൽ മാന്യനായി ജീവിക്കണോ? പടച്ചറപ്പ് ഭൂമിയെ കുറിച്ച് പറഞ്ഞത് മാത്രം കേട്ടാ മതി. എന്താ ഭൂമി എന്നറിയോ? ആ ഭൂമിക്ക് 3 പ്രത്യേകതയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ ഒരേ ഒരു ഗോളമായ ഭൂമി. ആ ഭൂമിക്ക് 3 പ്രത്യേകതയുണ്ട്. എത്ര പ്രത്യേകത? ഭൂമിക്ക് എത്ര പ്രത്യേകത? 3. വലുത് കെട്ടിട്ട് പോകാനല്ല, ഒരു വിഷയം ഖുർആൻ വിശാലമായി പറയുന്ന ഒരു വിഷയം. ഭൂമിക്ക് എത്ര പ്രത്യേകത? 3 പ്രത്യേകത. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. വിലക്കപ്പെട്ട കനി കഴിച്ചു. അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവേ 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 ഖാലാ റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ 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 റബ്ബനാ ظلمنا أنفسنا, പടച്ചവനെ നീ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു പോയി. നീ ഞങ്ങളോട് പുറത്തു തന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നട്ടവാളികളാകും. അല്ലാഹുവേ 300 വർഷക്കാലം തന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ആദം നബിയോട് ഹവ്വാ ബീവിയോട് ആദ്യത്തെ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് പറഞ്ഞു വിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയെ പരിചയപ്പെടുത്തുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ്, അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ പോകേണ്ടത് ഭൂമിയിലേക്കാണ്. ആ ഭൂമിയുടെ പ്രത്യേകതയേടാ, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. ആ ഭൂമിയിൽ പോയി ഒരു നിശ്ചിത കാലം നിങ്ങൾ താമസിച്ചു കൊള്ളുക. എന്നിട്ട് സഹോദരങ്ങളെ, അല്ലാഹു ഭൂമിയുടെ അടയാളം പറഞ്ഞതെന്താ? ഞാൻ പറഞ്ഞതല്ല, അഹ്മദ് കബീറിന്റെ വാക്കല്ല, അല്ലാഹു തന്നെ പറയുകയാണ്. ഖാല ഫീഹാ തഹ്യൗന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. അല്ലാഹു പറയുന്ന ആദമേ ഹവ്വാ ദമ്പതികളെ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഭൂമി എന്ന ഗോളത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. ആ ഭൂമി എന്ന ഗോളത്തിന്റെ പ്രത്യേകത എന്താ? ഫീഹാ തഹ്യൗന, ആ ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. വഫീഹാ തമൂതൂന, ആ ഭൂമിയിലാണ് നിങ്ങൾ മരിക്കേണ്ടത്. വമിൻഹാ തുഖ്റജൂൻ, ആ ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. ഭൂമിക്ക് 3 പ്രത്യേകത. അത് 3 പറയുമ്പോൾ ഖുർആന്റെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം തീരും ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ അഅറാഫ്. ഫീഹാ തഹ്യൗന, ആ ഭൂമിയിൽ ജീവിക്കുക. ജീവിക്കേണ്ട സ്ഥലം
ഭൂമി എങ്ങനെ ജീവിക്കണം ഇൻഷാ അല്ലാഹ് വഴിയാവും. രണ്ട് ഓ ഫീഹാ തമൂതൂന, അവിടെയാണ് മരിക്കേണ്ടത്. എങ്ങനെ മരിക്കണം? നമ്മുടെ മരണവും ഭൂമിയും തമ്മിലുള്ള ബന്ധം എന്താ? ഇൻഷാ അല്ലാഹ് കേക്ക്. ഓ മിൻഹാ തുഖ്റജു, അവിടെ നിന്നാണ് പിന്നെ പൊന്തി പോവേണ്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോളി. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായി, സ്വർഗം ഭൂമിയിലല്ല. ആണോ? സ്വർഗം ഭൂമിയിലാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആദം നബിയെ പുറത്തുവിടുമ്പോൾ അല്ലാഹ് പറയില്ല വലക്കും ഫിൽ അർളി, ഭൂമിയിൽ നിന്നൊരു ഗോളമുണ്ടെന്ന് രണ്ടാമത് പരിചയപ്പെടുത്തി കൊടുക്കൂല. അപ്പൊ സ്വർഗം എവിടെയാ? എവിടെയാ? മേളിൽ തന്നെ. ആര് പറഞ്ഞു? സ്വർഗം മേളിൽ തന്നെ. ആര് പറഞ്ഞു? മുകളിൽ തന്നെ. ആര് പറഞ്ഞു? പറഞ്ഞിരിക്കട്ടെ. മോനെ ആർജവത്തോട് പറയണം എന്റെ ഖുർആൻ പറഞ്ഞു എന്ന് പറയണം. ഏത് സയന്റിസ്റ്റും വരട്ടെ, നമുക്ക് പറയാം എന്റെ ഖുർആൻ പറഞ്ഞു സ്വർഗം ആകാശത്താണ്. ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى. അള്ളാന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ യാത്ര പറയുമ്പോ അള്ളാഹ് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ആകാശത്തിന്റെ സപ്തമാനങ്ങളും താണ്ടിക്കടന്ന ആത്മീയ നായകന്റെ ആത്മകക്ഷത്തിന്റെ അത്ഭുത യാത്രയുടെ കഥ പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ആകാശത്ത് വെച്ച് ജിബ്രീലിനെ കണ്ടു. എവിടെ വെച്ചാ കണ്ടത്? ഇന്ന സിദറത്തിൽ മുന്തഹ. സിദറത്തുൽ മുന്തഹയിൽ വെച്ച് ജിബ്രീൽ മറുപടി പറയുന്നു, നബിയേ തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. നബിയേ, ഇത് സിദറത്തുൽ മുന്തഹയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് വരാൻ ജിബ്രീൽ കഴിയില്ല. എന്താ സിദറത്തുൽ മുന്തഹ? ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഒരു വസ്തു പോയാൽ ആ വസ്തുവിന് പരമാവധി എവിടം വരെ എത്താമോ ആ സ്ഥലത്തിന്റെ പേരാണ് സിദറത്തുൽ മുന്തഹ. അതിന്റെ തൊട്ടടുത്താണ് ഇൻദഹാ ജന്നത്തുൽ മഅവാ. അതിന്റെ തൊട്ടടുത്താണ് സ്വർഗമുള്ളതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 1000 വട്ടം ആവർത്തിച്ച് പറയുക. ആകാശലോകത്തിന്റെ ഉപരിലോകത്താണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സിദ്റത്തുൽ മുന്തഹ ഏതായാലും നബികൾ മേപ്പോട്ടാണല്ലോ മിറാജ് പോയത്. ആണല്ലോ. സ്വപ്നമല്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നല്ല മുമ്പിലാണെങ്കിൽ നേരെ മേപ്പോട്ടാ പോയത്. മുകളിലോട്ട് പോയി എവിടം വരെ? ഇന്ദ സിദ്റത്തുൽ മുന്തഹ. മുകളിലോട്ട് പോകുന്ന ഒരു വസ്തു പരമാവധി അവിടം വരെ പോകും, അവിടെ വെച്ച് നിൽക്കും. അതിന്റെ തൊട്ടടുത്താണ് ഇൻദഹാ ജന്നത്തുൽ മഅവ. ഇൻദഹാ ജന്നത്തുൽ മഅവ. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അല്ലാഹു പറഞ്ഞു, ഈ ഭൂമിയെ നീ മാന്യമായി നിനക്ക് ജീവിക്കാനുള്ള സ്ഥലം. അല്ലാഹു ഭൂമിയിൽ മാന്യമായി ജീവിക്കാൻ മനുഷ്യരെ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതം മാന്യമാണ്. നമ്മുടെ ജീവിതം മാന്യമാണ്. ശരി, ഇനി നമുക്ക് ഫീഹാ തഹ്യൗന, അത് മാത്രം ചർച്ച ചെയ്യാം. നമ്മുടെ ഹയാത്ത് ഭൂമിയിലാണ്. അല്ലാഹു നല്ല ഹയാത്ത് തരട്ടെ. അല്ലാഹു പറഞ്ഞു, ഭൂമിയിൽ ജീവിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. ഭൂമിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ സാധനം? ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ്. ഭൂമി കാരണം മനസ്സിലാവുന്നുണ്ട്, വെള്ളത്തിന്റെ മുകളിലാണ്. ആ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം, ആ സാധനം എപ്പോഴും ആടിക്കൊണ്ടിരിക്കും. ഇപ്പൊ വെള്ളം നിറച്ചൊരു ബക്കറ്റിൽ റബ്ബർ പന്ത് കൊണ്ടുവിട്ടാൽ അവസ്ഥ എന്താ? അതിങ്ങനെ ആടും. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം ആടും. അതൊരു കായിക പുല്ലിയാണ്. അതൊരു പൊതു നിയമമാണ്. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഏതൊരു സാധനം ആടും. 7 മണിക്ക് ഞങ്ങൾ ആടുന്ന കണ്ടിട്ടില്ല. അതും വെള്ളത്തിന്റെ മുകളിലാണ്. അതൊരു കായിക പുല്ലിയാണ്. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം ആടുക എന്നുള്ളത് ഒരു കായിക പുല്ലിയാണ്. അതൊരു പൊതു നിയമമാണ്. 7 മണി കഴിഞ്ഞ് അതകത്തോട്ടാ പിന്നെ അവൻ അതേപോലെ ബാലൻസ് തെറ്റി. ഖുർആന്റെ ഒരൊറ്റ ആയത്ത് സൂറത്തുൽ മുൽക്ക് എന്ന് ഓതന സൂറത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞു, ഈ ഭൂമിയെ ഞാൻ വെച്ചിരിക്കുന്ന ഒരു വെള്ളത്തിന് മുകളിൽ ആടുന്ന സാധനമായിട്ടാണ്. ഏത് സമയത്തും ഈ ഭൂമിയെ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. വെള്ളത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഗോളം, അതാണ് ഭൂമി. ഗോളാകൃതിയാണല്ലോ. ധ്രുവങ്ങളിൽ മെല്ലെ പരന്ന് മുകളിൽ ധ്രുവ തുപ്പി അണഞ്ഞ് ആട്ടിക്കയും അണ്ടാട്ടിക്കയും മേളിൽ താഴെ നിൽക്കുന്ന ഒരു സാധനമാണ് ഭൂമി. ആ സാധനം വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു പെണ്ണുങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ശാസ്ത്രം തന്നെ കേൾക്ക്. ഈ ഭൂമിയുടെ ബാലൻസ് ഉടനെ നിന്നെ കറങ്ങും. എന്റെ പൊന്നു പെങ്ങളെ, നീ എന്ന് മാറിയോ നീ ബാലൻസ് വിടും ഭൂമിയിൽ. ഇത് വെറുതെ ഞാൻ പറയുന്നല്ല ഖുർആൻ, വെറുതെ ഞാൻ പറയുന്നല്ല ഖുർആൻ. നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാക്കി. ആ സാധനത്തെ അല്ലാഹു പറഞ്ഞു, ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണം. ഞാൻ എന്റെ വിടലങ്ങോട്ട് വിടും. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ
അള്ളയാരെന്നറിയോ? പടച്ചറപ്പാരെന്നറിയോ? ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ആഘോഷങ്ങളുടെ മുകളിലൂടെ ആടിത്തീർക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഈ ഭൂമി ആസ്വദിക്കാനുള്ളതാണ്. മതത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി പണ്ഡിതന്മാരെ പുരോഗമനത്തിന്റെ പുറംവാതിൽ അടഞ്ഞു നിൽക്കുന്ന ഉൽപ്രശ്നുക്കളാക്കി മാറ്റി ഈ ഭൂമി ആസ്വദിക്കാനുള്ളതാണ്. ഈറിന്റെ രാത്രികൾ മുഴുവൻ നുരഞ്ഞു വന്നുന്ന ഗ്ലാസുകളുമായി ചിയേഴ്സുകളിൽ ചാടിത്തമറിച്ച ഫുട്ബോൾ മാമാങ്കത്തിലെ കാളപ്പൂട്ടിനും പോയി ഈ ദുനിയാവ് ആസ്വദിക്കാനാണെന്ന് കരുതിയവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫുട്ബോൾ മാമാങ്കം നടത്തി അവസാനം കത്തിക്കുത്തുണ്ടായിട്ട് പിരിയാനില്ല. പൊന്നുപങ്ങള് വെറുതെയല്ല ഭാര്യ എന്ന ലോകത്തിന്റെ ആവാസത്തിന്റെ ചാനലില് സ്വന്തം ഭർത്താവിന്റെ കൈ പിടിച്ച് അരക്കൈപ്പോട്ട് വസ്ത്രമില്ലാതെ ആടിത്തി നിൽക്കാനല്ല. ലോട്ടറി കച്ചവടക്കാരന്റെ പുറകെ പോയി ലോട്ടറി എടുത്തിട്ട് കോടികളുടെ വീട് പണിയാനല്ല, പലിശ കച്ചവടം നടത്താനല്ല. കോടികൾ വെച്ചിട്ട് ഈ ഭൂമിയുടെ മുകളിൽ കിടന്ന് അമ്മാനമാടുമ്പോ അള്ള പറയാണ്, ബുദ്ധിയില്ലാത്തവനെ നിനക്ക് ഓർമ്മയുണ്ടോ? അള്ള ആരെന്നറിയോ? അല്ലതീ ജയലക്കുമിൽ ഇളകിയാടുന്ന ഭൂമിയെ അള്ള പറയുന്ന 66 കോടി 88,10,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ആട്ടിക്കും മണ്ടാട്ടിക്കും പസഫിക്കും ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക്കും ഒക്കെ അടങ്ങുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ചിതറി വീശുന്ന പർവ്വതങ്ങൾ തുള്ളിത്തെറിക്കുന്ന ഭൂമിയില്ലേ, ആ ഭൂമിയെ ഒരു വേട്ട മൃഗത്തോടാണ് അള്ളാന്റെ ഖുർആൻ ഉപമിക്കുക. ഈ ഭൂമി ഒരു വേട്ട മൃഗമാണ്. വേട്ടയാടുന്ന നായക്ക് ലൈസൻസ് ഇല്ലാത്തതുപോലെ തുടരടിച്ചുവിട്ട ഓടിപ്പാഞ്ഞു പോകുന്ന വേട്ടനായെ പോലെ തുടരെങ്ങാനും അടിച്ചുവിട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാ, ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാ വേട്ടനായെ പോലെ തുള്ളിച്ചാടുന്ന ഭൂമിയാണിടെ ജയലക്കുമൽ അറവലൂര. ഈ ഭൂമിയെ ഒരു ഇണങ്ങിയ മൃഗത്തെ പോലെ നിങ്ങൾ കാക്കി തന്നത് ഞാനല്ലയോ? അള്ളാന്റെ ഖുർആൻ വാഴ്ത്തപ്പെടട്ടെ. അള്ള ചോദിക്കുകയാണ്, ഈ ഭൂമിയെ ഇണങ്ങുന്ന ഒരു മൃഗത്തെ പോലെ നിങ്ങൾ കാക്കി തന്നത് ഞാനല്ലയോ? സഹോദരങ്ങളെ, നിയന്ത്രണമില്ലാത്ത കുതിര, കുതിച്ചോടുന്ന കുതിര, ലക്ഷ്യബോധമില്ലാത്ത കുതിര, അങ്ങനെ ഓടുന്ന ഭൂമിയെ അള്ളാഹു കുതിരത്ത് കൊണ്ട് പിടിച്ചു നിർത്തി തന്നിരിക്കുകയാ. എന്തിനെന്നറിയോ? ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ വേണ്ടി, നിങ്ങൾ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ആവർത്തിച്ച് ഈ വാക്കിനടിവരയിടുക, സഹോദരങ്ങളെ ഈ ഭൂമിയുടെ മുകളിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ വേണ്ടി. സൂറത്തുൽ മുൽക്കിന്റെ ആയത്താണ്. നിങ്ങൾ മാന്യമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഖുർആൻ തന്നെ പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാ. ഈ ഭൂമിയുടെ മുകളിൽ നിങ്ങളുടെ സമ്പാദ്യം ഹലാലായിരിക്കണം. എന്നാണോ സമ്പാദ്യം ഹലാലാവാതിരിക്കുക? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, എന്നാണോ സാമ്പത്തിക സ്രോതസ്സിന്റെ വിശുദ്ധി നഷ്ടപ്പെടുക? ആ സമയത്ത് ഈ ഭൂമി വേട്ട മൃഗത്തെ പോലെ തുള്ളിച്ചാടുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. കാരണമെന്താ? പലിശ കച്ചവടക്കാരൻ അധികരിക്കുമ്പോ, കല്ല് കച്ചവടക്കാരൻ അധികരിക്കുമ്പോ, സ്വന്തം പെങ്ങളെ വിൽക്കുന്നവൻ അധികരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ടൗണിൽ പെൺവാണിഭം നടന്നു. 45 വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്തു. അവളുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട പെണ്ണാരാ? 12 വയസ്സുള്ള പൊന്നുമോളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ ഇസ്ലാമിക സാംസ്കാരിക ലോകത്തിൽ നടന്ന കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് അപ്പാർട്ട്മെന്റിൽ പെൺവാണിഭം നടന്ന് സുമയ്യ എന്ന മാതാവിനെ അറസ്റ്റ് ചെയ്തു. കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 12 വയസ്സുകാരി. പെൺവാണിഭത്തിന് അറസ്റ്റ് ചെയ്ത പെണ്ണിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? എന്റെ സ്വന്തം അമ്മയാണ്, എന്റെ സ്വന്തം ഉമ്മയാണ്. 9 മാസം എന്നെ ഗർഭം ചുമന്ന് മരണത്തിന് സമാനമായ വേദന സഹിച്ചെന്നെ പ്രസവിച്ച എന്റെ ഉമ്മയാണ്. ബാക്കിയുള്ളവൻ എന്നെ കൂട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞ് 12 വയസ്സുള്ള പൊന്നുമോളെ കൂട്ടിക്കൊടുത്തിട്ട് സമ്പാദ്യം ഉണ്ടാക്കുന്ന പോറ്റുമ്മയുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ
പോറ്റുമ്മയുടെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് വല്ലപ്പുഴയിൽ അഹമ്മദ് കബീർ ഇനി പറയാൻ പറ്റിയില്ലെന്ന് നാളെ ഞാൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു അമാനത്തായിട്ട് തന്ന ഭർത്താവിന്റെ കൈ പിടിച്ച് ഇന്റർനെറ്റിന്റെ കഫേകളിലോ റിയാലിറ്റി ഷോയുടെ ചാനലുകളിൽ ഉണ്ടാക്കി അവിടെ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഹറാമാണെന്ന് ആ സമ്പാദ്യത്തിന്റെ പേരിലാണ് ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നതെന്ന്, ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ. ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഇദാ നഗറ ഫീ ഖൗമിനി സിനാ വരിബാ അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ. ഇദാ നഗറ ഫീ ഖൗമിനി സിനാ, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ, വരിബാ പലിശയും വ്യാപകമായാൽ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ, പ്രത്യക്ഷമായാൽ, വരിബ പലിശയും പ്രത്യക്ഷമായാൽ, അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ, ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന്, അവരെയാണ് ഭൂമി മീമേൽ മറിഞ്ഞിട്ട് നശിപ്പിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നത് എപ്പോഴാ? ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് എപ്പോഴാ? ആ ഭൂമിയിലെ കടുവ നശിക്കുമ്പോഴല്ല, കാട്ടുപോത്ത് നശിക്കുമ്പോഴല്ല, ആനക്ക് മതമിളകുമ്പോഴല്ല, മനുഷ്യന് മതമിളകുമ്പോഴാണെന്ന്, പണത്തിനു വേണ്ടി എന്ത് ചെയ്യാനവൻ തയ്യാറാകുമ്പോഴാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ, അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ഹദീസ് നിങ്ങളൊന്ന് വിചാരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്രയോ ചെറുപ്പക്കാർ ദുആ ചെയ്യുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ലോകാവസാനത്തിന്റെ വകത് കേട്ട അന്ന് പോലെ എൻ്റെ വീട്ടിൽ സീരിയലേ ഇല്ല, ഉമ്മയും എൻ്റെ ഭാര്യയും പെങ്ങളും എല്ലാം അതങ്ങോട്ട് നിർത്തി. അല്ലാഹു നല്ല ബോധം നിലനിർത്തി തരട്ടെ. ഈ ഭൂമിയെ നിലനിർത്തി ജീവിപ്പിക്കേണ്ടത് നമ്മളാണ്. ഈ ഭൂമി കുലുങ്ങും, ഈ ഭൂമി കുലുങ്ങും, ഉറപ്പ്. ഈ ഭൂമി കുലുങ്ങും. ആർക്ക് വേണ്ടി? ഒന്ന് സിന. ഇവിടെ നബിതങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ഇദാ ലഹറ, പ്രത്യക്ഷമായാൽ നല്ല, വ്യഭിചരിച്ചാലും അല്ല. ആണോ വൈസി? അല്ല. ഇദാ ലഹറ പ്രത്യക്ഷപ്പെട്ടാണ് അതിന്റെ അർത്ഥം എന്താ? പ്രത്യക്ഷമായിട്ട് വ്യഭിചരിക്കും, അതൊരു കുറ്റമാണ്, ആർക്കും തോന്നില്ല. ആ ഒരവസ്ഥയിലെത്തും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ ചെയ്യുന്നവരാ, ആരും അറിയാതെ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാ ഈ ഭൂമി തകരും, ഈ ഭൂമിയുടെ നിയന്ത്രണം അല്ലാഹു വിട്ടുകളയും, ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് കീഴ്മേൽ മറിയും. എപ്പോഴാ മറിയുക? വ്യഭിചാരം പ്രത്യക്ഷമായി കഴിഞ്ഞാൽ. വ്യഭിചരിച്ചാലെന്നല്ല, വ്യഭിചരിച്ചാലെന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? കഴുതകൾ ബോധിക്കുന്നത് മാതിരി, വിവരമില്ലാത്ത കഴുത ആണും പെണ്ണും തമ്മിൽ ബോധിക്കുന്നത് മാതിരി, വടികൂടെ കടന്നു പോകുന്ന കഴുത, ആ കഴുതക്ക് വികാരമുണ്ടായാൽ അടുത്ത് കാണുന്ന കഴുതയുടെ പുറത്ത് കയറുന്നത് പോലെ പെടക്കോടി ആങ്കോടി പൂവങ്കോടി പെടക്കോടി ആളുകളുടെ മുമ്പിൽ വെച്ച് പ്രാപിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കഴുതകൾ ബോധിക്കുന്നത് പോലെ മനുഷ്യനവന്റെ വികാരം തീർക്കുന്ന ഒരു കാലം വരും. ഏതുവരെ എന്നറിയോ? പട്ടാപ്പകൽ വെളിച്ചത്തിൽ പരസ്യമായി, പരസ്യമായി മനുഷ്യൻ വ്യഭിചരിക്കും പൊതു റോഡിൽ കിടന്ന്. ആ സമയത്ത് ആ നാട്ടിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യന് അതിലൂടെ കടന്നു വന്നാൽ ആ മനുഷ്യൻ പറയും, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയില്ല, ഇത് അധർമ്മമാണെന്ന് പറയില്ല. ആ നാട്ടിലെ ഏറ്റവും തക്കവയുള്ള മനുഷ്യൻ പറയും, ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ആളില്ലാത്ത പൊന്തക്കാട്ടിൽ നിങ്ങൾക്ക് പോയി കൂടെ? ഒന്നാലോചിച്ചു നോക്ക്. ഈമാനുള്ള ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ പറയുന്നത് എന്താ? നിങ്ങളൊന്ന് പരസ്യമായിട്ട് തയ്യാറ്, രഹസ്യമായിട്ട് ചെയ്തുകൂടെ എന്ന് പറയുന്ന അവസ്ഥയിൽ വ്യഭിചാരം നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരുമെന്ന്. നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരും. ഏതുവരെ? പട്ടാപ്പകല് വ്യഭിചാരം നടക്കും ആളുകളുടെ മുമ്പിൽ വെച്ച്. എവിടെയാ ഉസ്താദേ?
വല്ലപ്പുഴയിൽ നടന്നിട്ടില്ലല്ലോ സഹോദരങ്ങളെ. കേരളത്തിലെ ഏത് പെൺവാണി നടന്നത് ഫ്ലാറ്റിൽ വെച്ചാ. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ 100-300 ആളുകൾ താമസിക്കുന്നതല്ലേ. പട്ടാപ്പകല് 300 ആളുകൾ നിൽക്കുമ്പോ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആളുകൾ താമസിക്കുമ്പോ ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ പട്ടാപ്പകല് വ്യഭിചാരം നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇതേവരെ പ്രവാചകൻ പറഞ്ഞ് തെറ്റിയിട്ടില്ല. ഇത് കാണുമ്പോഴാണ് ഭൂമിക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞ ഫ്ലാറ്റിലെ വ്യഭിചാരം. ഒരു ഫ്ലാറ്റിൽ എത്ര പേരുണ്ടോ? 100-300 എണ്ണം ഉണ്ടാവുമല്ലോ. അവരപ്പുറം ഇപ്പുറം താമസിക്കുമ്പോഴാണ് ഇപ്പോഴേ ഈ കർമ്മം നടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്നും അല്ലെങ്കിലും പരസ്യ വ്യഭിചാരമല്ലേ നടക്കുക. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ദുഃഖസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ലല്ലോ. 7 മണി മുതൽ 9:30 വരെ മിക്ക വീട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്ന തനി വ്യഭിചാരം തന്നെയാണ്. അല്ലാന്നർക്കല്ലോ 7 മണി മുതൽ 9:30 വരെ മിക്ക വീട്ടിലും വ്യഭിചാരമാണ്. ഏത് വീട്ടിലെ ഇല്ലാത്തത്? ഇനിയിപ്പോ നിങ്ങൾ എന്നെ ബാഹുദരി വിളിച്ചില്ലേ, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലൈസമിൻകും റജുലുൻ റഷീദ്, ഒരു സന്മാർഗിയായ പുരുഷൻ ഉണ്ടാവണ്ടേ? 7 മണി മുതൽ 9:30 വരെ കാണുന്നത് പച്ച വ്യഭിചാരമല്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ കാലുമാരുടെ കയ്യിൽ പിടിച്ചിട്ട് സവ്വജത്തുക്ക അംഗകുത്തുക്ക എന്ന് പറഞ്ഞ് മഹറും കൊടുത്ത് വിളിച്ചു കൊണ്ടുപോയ പെണ്ണിനെ അള്ളാഹിനെ സാക്ഷി നിർത്തി, അള്ളാഹിന്റെ റസൂലിനെ സാക്ഷി നിർത്തി, ഇവളെന്റെ ജീവിതത്തിൽ നാളെ സ്വർഗത്തിൽ നിൽക്കേണ്ട ഭാര്യ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊണ്ടുപോയ പെണ്ണിനെ അരക്കിൽ പോട്ട് വസ്ത്രമില്ലാതെ ആടി തുള്ളിച്ച് അവളുടെ മാംസഭാഗം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് മേടിച്ച നാണമില്ല ഭർത്താവിന് പറയാൻ? പച്ച വ്യഭിചാരമല്ലേ, പച്ച വ്യഭിചാരമല്ലേ? തുണി എത്രയാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യഭിചാരത്തിൽ മുസ്ലിം സമുദായം കൂട്ടുനിന്നു. പണ്ഡിതന്മാർ കുറെ പേര് ഫത്വ ഇറക്കി പർദ്ദ ഇട്ടിട്ടും റിയാലിറ്റി ഷോയിൽ അടിമരിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ചില ആളുകളുണ്ടായി, മുഫ്തിയല്ല മുഫ്തി. തിരുവനന്തപുരത്ത് ഒരു വലിയ ആളി പുരോഗമനത്തിന് നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ ഫത്വ കൊടുത്ത് എന്താണെന്നറിയാമോ? റിയാലിറ്റി ഷോയിൽ പർദ്ദ ഇട്ടിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരുത്തൻ കള്ളു കുടിച്ചോണ്ടിരിക്കുക. കൂട്ടുകാരൻ മകൻ ചോദിച്ചു, നല്ല മാനിന്റെ ഇറച്ചി കൊണ്ട് വേണം? അവൻ ചോദിച്ചു, ബിസ്മി പറഞ്ഞ അർത്ഥമാണെങ്കിൽ മതിയില്ലേ, വേണ്ട. കള്ളു കുടിക്കുന്നവനോട് ഇറച്ചി കൊണ്ടുപോയപ്പോ മുസ്ലിം കൊടുത്തിട്ട് ചെയ്തിട്ട് അറുത്തതാണോ എന്ന് ചോദിച്ച ലാഘവത്വത്തോടെ തല മറച്ചിട്ട് മാംസഭാഗം വെളിയിലേക്കാണ്. എന്താ സഹോദരങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത് അതോടുകൂടി തന്നെ റിബ. ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല. പലിശ വ്യാപകമായി. എങ്ങനെ വ്യാപകമായി? കൂട്ടുകാരൻ പോയിട്ട് കൂട്ടുകാരനോട് ചോദിച്ചത്, 1 ലക്ഷം രൂപ എനിക്ക് കടം തരുമോ? അവൻ പറയണ എന്താണെന്നറിയാവോ? തൽക്കാലത്തേക്ക് എന്റെ കയ്യിലില്ല, ഞാൻ വേറൊരുത്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം, പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം. എന്റെ പേരെന്താ? ഏത് കച്ചവടക്കാരനും പറ്റുന്ന തന്ത്രം അല്ല, നിങ്ങളല്ല കേട്ടോ. വല്ലപ്പുഴയിൽ ഒഴിച്ച് ബാക്കിയുള്ള സർവ്വ കച്ചവടക്കാരും പയറ്റുന്ന തന്ത്രം എന്താ? 1 ലക്ഷം രൂപ ഒരു പാവപ്പെട്ട കടം ചോദിച്ചാൽ എന്റെ കയ്യിലില്ല, ഞാൻ വേറെ ആളിത് വാങ്ങിച്ചു തരാം, പക്ഷെ അവൻ എന്തെങ്കിലും കൊടുക്കണം. ഈ പൈസ എന്റേതാ? പൈസ എന്റേതാ. വ്യഭിചാരം തെറ്റല്ല എന്ന് തോന്നുക, പലിശ തെറ്റല്ല എന്ന് തോന്നുക, ലോട്ടറി തെറ്റല്ല എന്ന് തോന്നുക, ലാഘവത്വത്തോടെ അതിനെ ജീവിതം ആസ്വദിക്കും. എന്റെ പൊന്നു സഹോദരിമാരെ, എവിടെ വഴി തെറ്റിയോ? ആദ്യം ചാനലുകാരൻ പിടിച്ചത് ആരെയാ? ചെറുപ്പക്കാരി പെണ്ണുങ്ങള്. 23 വയസ്സ് 25 വയസ്സിന് താഴോട്ട് ആദ്യം പിടിച്ചത്. അതാണ് അതാണ് ഐഡിയ സ്റ്റാർസിന്റെ. എത്ര വരെ? 25 വയസ്സ് വരെയുള്ള പെണ്ണിന് തുണി മാറ്റാൻ പറ്റിയ സമയം. ഞാൻ ഉള്ളത് വച്ചയ്ക്ക് പറയാം. അത് കഴിഞ്ഞ് കിട്ടും. രണ്ടാമതാരായി? ഭാര്യയും ഭർത്താവുമായി അടുത്ത തലമുറയെ പിടിച്ചു. അതും വെളിയിൽ വന്നു. ജൂദായിസത്തിൽ നെഹ്റുവിന് ഹാരിസ് പയറ്റിയ തന്ത്രം. മൂന്നാമതാരായി? ഇപ്പൊ അതും വിട്ടു, അവളും വെളിയിലായി. ഇസ്ലാമിലെ പെണ്ണുങ്ങൾ മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി. പെണ്ണ് യൂത്ത് വെളിയിലിറങ്ങി. നന്നായിട്ട് മനസ്സിലാക്കി. രണ്ടാമത്, ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞോളൂ, രണ്ടാമത് ഭാര്യയും ഭർത്താവും വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വെളിയിലായി. മൂന്നാമത് ഇപ്പൊ ആരായി? അമ്മയും അമ്മായിയമ്മയായി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യ ആകുമ്പോൾ കേൾക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ പറയുന്നത്, ഞാൻ എന്റെ ചിന്തയാണ് പറയുന്നത്. ഞാനിത് ഇപ്പൊ ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇല്ല. ഞാനൊരിക്കൽ വെള്ളിയാഴ്ച നബിദിനത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരാൾ കൊണ്ട് ചോദിച്ചാൽ ആ ഹദീസ് ശരിയായില്ല. എന്ത് കുഴപ്പം? അത് ബുഖാരിയിലുണ്ടോ? ഞാൻ പറഞ്ഞു, എന്ത് ബുഖാരിയിലുണ്ടോ? ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ പറഞ്ഞു, നീ ബുഖാരി പറഞ്ഞാൽ അംഗീകരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇമാം അബൂ മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹ്മത്തുള്ളാഹി റിവായത്തിൽ നീ അംഗീകരിക്കും. അത് അംഗീകരിക്കും. അവിടെ നമുക്ക് അതാണ് ഇമാം ബുഖാരിയുടെ പേര്. അവരതറിഞ്ഞൂടാ. ഞാൻ ഇവിടെ ഇമാം ബുഖാരിയുടെ പേരാണത്.
ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ഇല്ല. പക്ഷേ ഞാൻ എന്റെ ചിന്ത ഒരു പ്രഭാഷണ രംഗത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തയാണ്. ഉസ്താദ് ഇത് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടിട്ടല്ല, ഇത് നിരൂപണമാണ്. ഇത് നിരൂപണമാണ്. അമ്മായിയമ്മയായി പണ്ട് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാക്ക് കേൾക്കും, എന്താ? അല്ലാഹു അല്ലാഹു അല്ലാഹ് മാറി. ഇപ്പൊ ആ സമയത്ത് അമ്മായിയമ്മ. ആരാ ഇതിന്റെ ഉത്തരവാദി? എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ ഏറ്റവും ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് സമൂഹം മാറി. ഭൂമി ഇനി കൂടുതൽ കാലം ഇത് കണ്ടുകൊണ്ടിരിക്കില്ല. ഭൂമി കണ്ടുകൊണ്ട് നിൽക്കില്ല. കാരണം ഭൂമിക്ക് മടുക്കുമ്പോഴാണ് ഭൂമി തുള്ളുക. ഖുർആൻ ഞാൻ പറഞ്ഞതല്ല. فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام. അല്ലാഹ് പറയുകയാണ്, സമൂദ് ഗോത്രത്തിലെ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട വല്ലപ്പുഴയിൽ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയുണ്ടായിരുന്നു. ആരാണ് ആ ജനത? ഈ കാണുന്ന കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ള സമൂദ് ഗോത്രം എന്ന് പറയുന്ന ഗോത്ര ജനതയില്ലേ? അവരാരെന്നറിയോ? കരിമ്പാറക്കെട്ടുകളെ കൈവിരലുകൾ കൊണ്ട് മെഴുകുതിരി പോലെ, മെഴുകുകൊണ്ട് കൈവിരലുകളെ സുദൃഢമാക്കുന്നത് പോലെ കരിമ്പാറക്കെട്ടുകൾക്കുള്ളിൽ കൈവിരൽ കൊണ്ട് തുറന്നിട്ട് ഏറ്റവും വലിയ ഫ്ലാറ്റ് വെച്ചവരാ സമൂദ് ഗോത്രം. അതുവരെ നമ്മളാരും എത്തിയിട്ടില്ല. കൈവിരലുകൾ കൊണ്ട് കരിമ്പാറക്കെട്ടിനെ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ കോട്ടകൾ വെച്ച് കിടന്നുറങ്ങിയ സമൂഹം. ആ സമൂഹത്തെ അല്ലാഹു ഭൂമിയെ ഉറഞ്ഞു തുള്ളിയിട്ട് നശിപ്പിച്ചതെങ്ങനെയാ? അതിന്റെ ഒരേ ഒരു കാരണമേടാ. അല്ലാഹ് തന്നെ പറയട്ടെ, വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അല്ലാഹ് പറയുകയാണ്, ആ നാട്ടിലെ കുറെ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ സുന്ദരിയായ 2 പെൺകുട്ടികളെ സമീപിച്ചിട്ട് സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നു തന്നാൽ ഞങ്ങളുടെ ഈ വെളുത്ത ശരീരം നിന്റെ കടപ്പറയിൽ തരാമെന്ന് പറഞ്ഞപ്പോ 2 തൊലിവെളുത്ത പെണ്ണുങ്ങളുടെ ശരീരം കണ്ട് അവരെ കടപ്പറയിലേക്ക് പോയ 9 യുവാക്കള് കാരണത്താരാണ് അന്ന് സമൂദ് ഗോത്രത്തിന്റെ കാലഘട്ടത്തിൽ ഭൂമി ഉറഞ്ഞു തുള്ളിയത്, ജനപ്രളയമുണ്ടായത്. ആ സമൂഹം മുഴുവനും ഭൂമിയുടെ ഉറഞ്ഞു തുള്ളിന്റെ ഉള്ളിൽ ചത്തുമരച്ചു പോയത്. എന്തേ സഹോദരങ്ങളെ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഭൂമി കാണുകയല്ലേ? നാം ചെയ്തതെല്ലാം ഭൂമി കാണുകയല്ലേ? എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക? എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക? എത്ര വലിയവനാണെങ്കിൽ പോലും ആരാ ലോകത്തിലെ ഫറോവയാണെന്നറിയോ? ഫറോവയുടെ സിംഹാസനം വലിയ പടിക്കെട്ടിന്റെ മുകളിലാ. 1000-ലധികം പടിക്കെട്ടുകളുടെ മുകളിലൂടെ കയറി അതിന്റെ മുകളിൽ സിംഹാസനത്തിൽ ചാനിരുന്ന അഹങ്കാരിയല്ല ഫറോവ. ഓരോ പടിക്കെട്ടിന്റെ ഇരുഭാഗത്തും പരിപൂർണങ്ങളായ പെൺകുട്ടികളെ നിർത്തിയിട്ട് അവരുടെ 2 മാറിടങ്ങൾ പിടിച്ചിട്ട് സ്ഫടിക വെട്ടി കയറി സിംഹാസനത്തിലിരുന്ന അഹങ്കാരിയല്ല ഫറോവ. ആ ഫറോവയെയും അല്ലാഹു കൈകാര്യം ചെയ്തത് ഈ ഭൂമിയുടെ കടലിലിട്ടിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഈ ഭൂമി എന്റേതാണെടാ. പള്ളിയിലെ കാവിയാര് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ ഭൂമി എന്റേതാണെടാ. എന്റെ കയ്യിൽ പണമുണ്ടടാ. എന്റെ കയ്യിൽ ATM കാർഡ് കൊണ്ടുപോയി ATM ഇട്ടാല് പളുപളുത്ത നോട്ട് വരുമെന്ന് പറഞ്ഞ് പള്ളിയിലെ കാവിയാരെ പടിയടച്ച് പിണ്ടം വെച്ച് മഹല്ല് കമ്മിറ്റിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാനാടാ വലിയവനെന്ന് പറഞ്ഞ ഫറോവ എവിടെ? ഭൂമിയെ കുറിച്ച് രണ്ടാമത് ഞാൻ പറയുകയാണ്, ഈ ഭൂമിയുടെ മുകളിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് അല്ലാഹു ലോകത്തിലെ ഏറ്റവും വലിയ ദാരുണ മരണം കൊടുത്തത്. ചിന്തിച്ചോളി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത ഖുർആൻ പറയും, അല്ലാഹു മനസ്സിൽ നിന്ന് അഹങ്കാരമൊക്കെ മാറ്റിത്തരട്ടെ. ആരാണ് മൂസാ നിന്റെ അല്ലാഹു ചോദിച്ചു. മൂസാ നബി പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചവനാ എന്റെ അല്ലാഹ്. ഇനി ഭൂമി കരയണ സമയമൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ പറയാം. ഭൂമി തുള്ളണ സമയമുണ്ട്, ഭൂമി കരയണ സമയമുണ്ട്, ഭൂമി എതിരെ വേള് ചൂണ്ടണ സമയമുണ്ട്. അല്ലാഹു 3 സമയം നമുക്ക് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ ഒരു നിശബ്ദം നോക്കി ഒരു സൂചി ചാക്ക് എടുക്കുന്ന നിശബ്ദം. എത്രയോ വയസ്സായ ആളുകളുണ്ടാവും. എല്ലാവരും നിശബ്ദമായി നിൽക്കാൻ അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയുടെ കാര്യത്തിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് ഭൂമി എന്ത് ചെയ്തത്? ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ എന്റെ അള്ളാഹ് എന്ന് പറഞ്ഞു. മൂസാ നബി പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, മൂസ എന്നാലും നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാരാ? ഇവിടെ അള്ളാഹ്ക്ക് മേലെ വളർന്നവന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ
അള്ളാഹ്ക്ക് മേലെ വളർന്നവന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പൊന്നുമോനെ ഈ സമ്പത്തും ഈ അഹങ്കാരം ഓരോരുത്തനെയും തുണച്ചിട്ടില്ല, അതിന് തുണയ്ക്കൂല. ആ ഒരു അഹങ്കാരം ആർക്കും വേണം. നമുക്ക് ഇച്ചിരി പച്ച പണം ഇങ്ങോട്ട് വരും. ATM കാർഡ് ഇട്ടാലേ പെട്രോൾ തന്നെ കുറെ ഉച്ചിഷ്ടം ഗൾഫിൽ നിന്നും വന്നു. ഇവിടെ കുറച്ച് പണവും നമുക്ക് ATM കാർഡ് ഇട്ടാൽ കിട്ടി. സർവ്വ പെണ്ണിന്റെ കയ്യിൽ ATM കാർഡ് ഉണ്ട്, സർവ്വ ആണിന്റെ കയ്യിൽ ATM കാർഡ് ഉണ്ട്. കൊണ്ടയിട്ടാൽ കിട്ടും. പച്ചപ്പളപ്പിന്റെ നോട്ടുണ്ട്. മൂസ നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാന്ന് പറഞ്ഞു ഫിറോൻ. എന്താ നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിന തഹ്തി. ഈ മിസ്ർ എന്റേതാണടാ, ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ നൈല് പോലും ഒടുങ്ങുന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഈ നൈല് പോലും അനങ്ങുമായിരുന്നില്ല എന്ന് പറഞ്ഞാണല്ലേ ഫിറഔൻ. ഫിറൗന്റെ സിംഹാസനമേടാ 1000 പടിക്കെട്ട്, അതിന്റെ മുകളിലാണ് സിംഹാസനം. 1000 പടിക്കെട്ടിന് മാറിടം തുറന്നിട്ട് സുന്ദരികളായ പെൺകുട്ടികൾ. ഫിറൗന്റെ പടിക്കെട്ടിന് ഗോവണിക്ക് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നില്ല. ആരാ ഫിറൗൻ? 1000 പടിക്കെട്ട്, സ്വർണത്തിന്റെ പടിക്കെട്ട്. ആ പടിക്കെട്ടിന് സ്റ്റെയർ കേസ് ഇല്ല. നമ്മൾ സ്റ്റെയർ ഇട്ടാൽ അതിനൊരു പിടി ഉണ്ടാവില്ല കയറി പോവാൻ. ഇമാതിരി എസ്കലേറ്റർ ഒന്നുമില്ല. 1000 പടിക്കെട്ടിൽ പരിപൂർണ നഗ്നകളായ പെൺകുട്ടികൾ അവരുടെ മാറിടത്തിൽ പിടിച്ചിട്ടാണ് ഫിറഔൻ മുകളിലോട്ട് കയറി പോകുന്നത്. അറിയോ നിങ്ങൾക്ക്? എവിടെയാ മനുഷ്യൻ? അന്ന് മൂസ പറഞ്ഞു വേണ്ട വേണ്ട. റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുന്തും ലാഇബീൻ. കളി വേണ്ട, പണത്തിന്റെ അഹങ്കാരം വേണ്ട, അഹങ്കാരത്തിന്റെ ഗർവ് വേണ്ട. ആകാശഭൂമികളുടെ തദ്ബീർ നടത്തുന്ന തമ്പുരാനുണ്ട്. ആ തമ്പുരാനെ കോപിപ്പിക്കരുത് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞിട്ടാണടാ നൈലൊടുക്കുന്നതെന്ന് പറഞ്ഞ ഫറോവ അവസാനം എവിടെ അവസാനിച്ചു? ഈ വെള്ളം എന്റെ കയ്യിലാന്ന് പറഞ്ഞവന് വെള്ളം കുടിച്ചിട്ട് ചത്തുപോയ കഥയുണ്ടെങ്കിൽ അത് ഫിറൗന്റെ കഥയേ ഉള്ളൂ. ചെങ്കടലിന്റെ ഉപ്പ് വെള്ളം നന്നാക്കിലോട്ട് തട്ടിയപ്പോഴാണ് ഈ ഫിറൗൻ പറഞ്ഞത് ആമന്തു ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസാ നബി പറഞ്ഞ, ഹാറൂൻ നബി പറഞ്ഞ ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദി ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീൽ പറഞ്ഞ ഞാൻ വിശ്വസിക്കുകയാ. അല്ലാഹുവേ നീ മതി, എനിക്ക് പടച്ച റബ്ബ് മതി എന്ന് പറഞ്ഞ് ആ ഫിറൗനാണ് മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ഫിറൗൻ. ചെങ്കടലിന്റെ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ചങ്കുപോയാൽ സഹോദരങ്ങളെ ഫിറൗൻ എവിടെ പോയി? അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയെ കുറിച്ച് പറയുന്നത് ഭൂമിയുടെ മുകളിൽ അഹങ്കാരത്തോടെ ചവിട്ടി നടന്നവനെ ആ ഭൂമി തന്നെയാണ് കൈകാര്യം ചെയ്തത്. പൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കെട്ട പിന്നീന്ന് കാഷ്ടമ ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ട ചത്ത ചകമല്ല കൊട്ട പറനിന്റുടൽ കന്ത് ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ടോ? ഈ പാട്ട് കേട്ടിട്ടില്ല? പൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കെട്ട പിന്നീന്ന് കാഷ്ടമ ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട പറനിന്റുടൽ കന്ത് ബഹുമാനം പൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, സ്വന്തം തെളിച്ചാൽ പതിറാമ പൊട്ട, നട്ടാൽ നെല്ല് വിളയൂമ പൊട്ട, നാരായം വിട്ടാസ് ചുറ്റൂമ പൊട്ട. അകക്കണ്ടുറന്നൊന്ന് നോക്കിക്കെ മൂടാ, അകക്കണ്ടുറന്നൊന്ന് നോക്കിക്കെ മൂടാ, ഉത്സാരമോത്താൽ ഉറങ്ങാമോ കേടാ. അകക്കുൾ തുറക്കുൾ അടക്കല്ലേ മാടാ, മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ. പാടിപ്പടിക്ക് മലബാറിലെ കുട്ടികള് ആണത്തമുള്ള മാപ്ര ശുഭതാക്കളുടെ മക്കളാണെങ്കിൽ ലോകത്തിന്റെ സാമ്രാജ്യത്വത്തിനോട് നെഞ്ചി വിരിച്ചിരുന്ന മറുപടി പറഞ്ഞ വൈശാരിക അധിനിവേശത്തെ അറബിക്കടലിന്റെ അരമാല കടത്തിയിട്ട് വിട്ട മക്കളാണെങ്കിൽ പൊന്നു പെങ്ങളെ മണിക്ക് ലോകത്തുള്ള 140 രാട്ടത്തിൽ ഏതൊക്കെ പെണ്ണ് തുണി വിരിഞ്ഞാടിയാലും അത് കാണുന്നതിനപ്പുറം ധൈര്യമുണ്ടോ നിനക്ക്? സഫലമാല പാടാണ് സുജായി മുഹമ്മദ് മുസ്ലിയാരുടെ സഫലമാല. മലബാറിലെ ആണത്തമുള്ള ആൺകുട്ടി പാടി നോക്ക്. അല്ലാതെ ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാന്ന് പാടിയാലേ സുക്കൂനായത് അല്ല കാത്തു. കസറാണെങ്കിൽ പറയാൻ പറ്റുമോ? ചന്തത്തിന് കസറായി പോയാലേ പിന്നെ അത് വെളിയിൽ പറയാം. അത് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റുമോ? എന്താ സഹോദരൻ അതുകൊണ്ട് കിട്ടിയതെന്താ? ആവാസത്തിന്റെ നാട്, ആവാസത്തിന്റെ അശ്ലീലതയുടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടി നോക്ക്. സുജായി സുരാടി നോക്കിയാടാ, നീ ആരാടാ മനുഷ്യ?
നീ ആരാടാ ഇതിച്ച് പറയാതെ വല്ലപ്പോഴൊന്നും പോകാൻ പറ്റൂല. എടാ ഈ പണത്തിന്റെ പേര് നീ എന്ത് നെഞ്ചു വിരിച്ചിട്ടാ ഈ ഇതിനേക്കാൾ ആടിയവന്മാരുണ്ടായിരുന്നു. എന്തിയെ പള്ളിക്കാട്ടിലെ മണ്ണിനോട് ചോദിച്ചു നോക്ക്. അരിസ്റ്റോട്ടിൽ അടങ്ങിയതും അവിടെയാ, നെപ്പോളിയൻ അടങ്ങിയതും അവിടെയാ. പുറകിൽ വന്നിട്ട് റോക്കറ്റ് വിക്ഷേപിച്ചാൽ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കൂല. അത്രയും വലിയ ധീരശൂര പരാക്രമിയാ നെപ്പോളിയൻ ബോണപ്പാട്ട്. പക്ഷെ ആ നെപ്പോളിയനും പൂച്ചയെ പേടിയായി. ചരിത്രം പുറകിൽ വന്ന് ബോംബിട്ടാൽ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കില്ല. ആ നെപ്പോളിയൻ പൂച്ചയെ പേടിയായിരുന്നു എന്ന് ചരിത്രം. സഹോദരങ്ങളെ, ആ മനുഷ്യനും മലന്ന് കിടന്നു, ഫറോവയും കിടന്നു. ശരിക്കണം ഫൊട്ട എന്നാണ് ഫായാണ്. ചിലയിടത്ത് അങ്ങനെയുണ്ട്. ലക്ഷദ്വീപിൽ പൈസ പോയിട്ടില്ല. ലക്ഷദ്വീപിൽ അവിടെ ഫായാണ്, പാ പറയില്ല. ഞാൻ ലക്ഷദ്വീപിൽ അന്ത്രോത്തിൽ വന്നിട്ട് പോയി. പൊന്നു ഹബീബേ, പിന്നെ ഞാൻ പോയിട്ട് എന്റെ പൊന്ന് ഹബീബേ, ഞാൻ ഇവിടെ അന്ത്രോത്തിൽ പോയി കപ്പലിൽ കയറി ഒരു ത്രില്ലിനങ്ങ് പോയി. അവിടെ പോയി 10 ദിവസം 15 ദിവസം കപ്പല് സമരം. ഒരാൾ മരിച്ചു, കപ്പല് സമരം. തിരിച്ചു വരാൻ കുടുങ്ങി വേറെ ഒന്നില്ല. ഞാൻ എന്റെ ഭാര്യ മക്കളെ ഞാൻ ഇനി കാണില്ല. അവസാനം ഏതായാലും ലക്ഷദ്വീപുകാർ ഒരു കാര്യത്തിൽ മാന്യം വരെ വാതൊക്കെ കഴിഞ്ഞു. പക്ഷെ കപ്പലില്ല. പക്ഷെ അവരെന്ത് ചെയ്തു എന്നറിയോ? അവരന്ന് PM സയ്യിദിന്റെ മകനെ ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്ത് അവിടുന്ന് അന്ത്രോത്തിന് നേരെ കവരത്തി. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അഗത്തി ദ്വീപില് ഹെലികോപ്റ്ററിലെ അറബിക്കടലിന്റെ മുകളിൽ കൂടെ ആ തുമ്പിമാരിയിരിക്കുന്ന സാധനത്തിൽ ഇരുന്നിട്ട് പോയ പോക്ക് ഞാൻ ഖുർആൻ മനപ്പാടമാക്കിയത് മുഴുവൻ അതിനകത്തിരുന്നേ ഓതി. ഹാഫിളായതുകൊണ്ട് ഹാരിഫിലാമി പോലെ സൂറത്തിനാസ്വരെ ഓതാ ഒരു വിഷമുണ്ടായില്ല. എന്റെ പൊന്നിന് സഹോദരങ്ങൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. 2-3 നീടിൽ അതി വരിക്കുമ്പോൾ പൊങ്ങിനെ താഴെ. അവിടെ നിന്ന് അഗത്തി എന്ന് പറഞ്ഞാൽ ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോയിട്ട് ആ വിമാനത്താവളത്തിൽ ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല. എയർ ഇന്ത്യ അല്ലേ, ബ്രേക്ക് ഉണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റൂല. സാധനം അതല്ലേ. ആ സാധനം ഇന്നേ വരെ കൃത്യത്തിന് പറഞ്ഞിട്ടില്ലാത്ത ആ സാധനം ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല. പിന്നെ അറബിക്കടലില്ല സാധനം. കാരണം എയർപോർട്ട് അത്രേ ഉള്ളൂ. അവിടെ നിന്ന് അവര് വകുത് കഴിഞ്ഞിട്ട് വെറുതെ വിട്ടില്ല. അവര് നേരെ എന്ത് ചെയ്തെന്നറിയോ? ഹെലികോപ്റ്ററിൽ തന്നെ ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തിച്ചു. അക്കാര്യത്തിൽ നമ്മളെ മാതിരിയല്ല. നമ്മളെ ഖത്തീബിനെ കല്യാണത്തിന് അങ്ങോട്ട് ബെൻസിൽ കൊണ്ടുപോകും, ഇങ്ങോട്ട് കപ്പലിൽ നിന്നിട്ട് ഓട്ടോ വിളിച്ചു വരാം. അത് വേറെ കാര്യം. ഹലാലായി കഴിഞ്ഞാൽ തീർന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി 90 ഉമ്മുമാനെ തോളി കയറ്റി കൊണ്ടുപോകും. പാവം അവിടെ ഇട്ടിട്ട് വോട്ട് കഴിയുമ്പോൾ അവിടെ തിണ്ണലിട്ടിട്ട് വരും. പിന്നെ അവരുടെ മക്കൾ അന്വേഷിച്ച് പോകണം. 90 കഴിഞ്ഞ് ഉമ്മുമാനെ കാണാനല്ലോ, നോക്കി പള്ളിക്കൂടത്തിൽ തിന്നാൻ കിടക്കും. അത് പിന്നീട് സഹോദരങ്ങൾ അവിടെ പായാണ് പറയാ. ഞാനവിടെ ഒരു കുട്ടി വന്നു, പാ പറയുന്നില്ല. ഞാൻ മോനെ എവിടെ പോയി? ഈ സ്കൂളിൽ പോയി. ഞാൻ ചോറുണ്ടോ? ഉണ്ടു. എവിടെന്നാ? സ്കൂളിൽ നിന്ന്. ഞാൻ ചോറിന് എന്താ കറി? ഫയറും കൂടി പുഴുങ്ങിയത്. ഫയറിംഗിൽ പുഴുങ്ങിയത്, പയർ പുഴുങ്ങിയതെന്നാണ് അതിന്റെ. ഫയറും കൂടി പുഴുങ്ങിയതാന്ന് പറഞ്ഞു. ഞാനിപ്പോ മനസ്സിലായില്ല. അവിടെ ഫായാണ്. ഇവിടെ ശരിയായി ചോദിക്കുക, മോനെ ഒന്ന് ചിന്തിക്ക്, ഇത് മാത്രം കേട്ടിട്ട് നിങ്ങളത് പോയ എടാ നീ എന്ത് കണ്ടിട്ടായി അഹങ്കരിക്കണം? ആരോടാ ഈ മത്സരം? ആരോടാ ഈ വൈരാഗ്യം? നീ ആരാ? ഈ നെഞ്ചു മിരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് എവിടെ സെക്രട്ടറി ഈ മുണ്ടും പൊക്കി ഇങ്ങനെ നിൽക്കുക? ഞാൻ ആരെ? ഞാനീ പറയുന്നത് ഇവിടുത്തെ ഒരു കഥാപാത്രമായിട്ട് വന്നില്ല കേട്ടോ. ഞാൻ എന്താ കഥ? ഹറമിന് പോയി. ഞാൻ വെറുതെ ഹറമിന് പോയി ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നിൽക്കുക. ഹറമിന്റെ മത്താവിന് 2 ഹാജിയാക്കന്മാർ തമ്മിൽ വഴക്കായി. അമീറായി ഉസ്താദ് പറഞ്ഞു, ഹറമാണ്, സൂക്ഷിച്ച് വർത്താനം പറയണം. ഇഹ്റാമിന്റെ മുണ്ടങ്ങൾ വെക്കിട്ട് എന്തോന്ന് ഹറം, എന്തോന്ന് ഹറം. എന്താണെന്നറിയോ? സംഭവം എന്നറിയോ? ജീവിതത്തിലെ ശൈലിയുണ്ട്. ആരോടെ സ്വഭാവം? നമ്മൾ ജീവിക്കുമ്പോൾ ഒരു മാന്യമായ ഒരു സംസ്കാരവും ഒരു സ്വഭാവവും നമുക്ക് വേണ്ട. ഈ ഭൂമിയുടെ മുകളിലല്ലേ ജീവിക്കുക. ഭൂമി അഹങ്കരിക്കരുത്, ഭൂമിയിൽ അഹങ്കരിക്കരുത്. ഈ എന്തോന്ന് ഹറം. ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ടായാൽ മാറില്ല. എനിക്കൊരു സാറുണ്ടായിരുന്നു സ്കൂളിൽ പഠിപ്പിക്കണം, കണക്ക് സാറേ. മൂപ്പിൽ ഞാൻ കിണറ്റി ഇറങ്ങിയപ്പോൾ ഈ മുളയുടെ തണ്ട് കൊണ്ടിട്ട് ഇവിടെ ഒരു മുറിവ് വന്നു. അതോടെ വെച്ച് സ്കൂളിൽ വന്നിരിക്കുമ്പോൾ ഈ മുറിവിൽ വന്ന് ഈച്ച വന്നിരിക്കും. അപ്പൊ സാറിങ്ങനെ ആട്ടി ഓടി. അപ്പൊ ഈ മുറിവിൽ ഈച്ച വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ആട്ടുമ്പോൾ സാറിന് എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ഈ സ്റ്റാഫ് റൂമിലൊക്കെ ടീച്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ ആട്ടി. ടീച്ചേഴ്സ് വേറെ എന്തായിരിക്കും, ആകെ പ്രശ്നമായി. ഇങ്ങനെ ആട്ടി. അവസാനം സാറെന്ത് ചെയ്യുന്നത്? ഈ ഒരു അതാപ് ഒഴിവാകാൻ വേണ്ടി ഈ മുറിവിൽ ഈച്ച വന്നിരിക്കുമ്പോൾ സാറ് മെല്ലെ പിന്നെ കൈയിട്ടാട്ടൂല. ഇങ്ങനെ അപ്പൊ ഈച്ച പോകും. അതേപോലെ റിട്ടയറായി. എന്റെ വീടിന് ഒരു താമസം 10-70 വയസ്സായി. ഇപ്പോഴും ഇടയ്ക്കിടെ ആ സ്വഭാവം മാറിയിട്ടില്ല. അത് അന്നൊരു ശീലിച്ച സ്വഭാവമാണ്, മനുഷ്യന് മാറില്ല. ഇത് എത്രയായാലും ഒരു സ്വഭാവം. മുജാഹിദ് നീ ആരാ? കൊട്ടാ നീ മുൻതുള്ളി ഫിഞ്ചോല കെട്ട മോനെ, എല്ലായിടത്തും നെഞ്ചു വിളിച്ച് പണത്തിന്റെ പേര് അഹങ്കരിക്കാൻ നീ ആരാ? നീ ഒന്നുമല്ല. നിന്നെ അല്ലാഹു സൃഷ്ടിച്ചത് അത്ര നല്ല സാധനത്തിൽ ഒന്നുമല്ല. ആണോ?
ആര് കണ്ടാലും തൊടാൻ നടക്കുന്ന, തൊട്ടാലുടനെ കണ്ടാലുടനെ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന വെറും ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നല്ലേ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചെടുത്തത്. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചെടുത്തത്. ഞാനിത് പറയുന്നതിന് എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത് അത്ര നല്ല കാര്യത്തിൽ നിന്നല്ല. പിന്നെ ഇപ്പൊ നീ ആരാ? പിന്നെ കാഷ്ടമ ചുമന്നൊരു കൊട്ട. പൊന്നുമോനെ, ഇപ്പൊ നീ ആരാ? ഒരു കാട്ടവും ചുമന്നുകൊണ്ട് നടക്കുന്ന വെറും ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് അല്ലേ നീ. ഇപ്പൊ നീ ആരാ? നല്ല വീതിയുള്ള കരയുള്ള മുണ്ടൊക്കെ കൊടുത്ത് എന്നെ തന്നെ ഇത്തിരി പശയുള്ള സുബയൊക്കെ അങ്ങോട്ട് ഇട്ട് ഒരു ഇത്തിരി കതറൊക്കെ ഇട്ട് അള്ള കതറാക്കിയതായിരിക്കും. അതൊക്കെ ഇട്ടിട്ട് ഇമാതിരി അങ്ങോട്ട് നടക്കണണ്ട. ഇപ്പൊ നീ ആരാടാ? സുജായി ചോദിക്കട്ടെ. ഞാൻ എന്റെ കഥ പറഞ്ഞ നിങ്ങളുടെ അല്ലേ? എന്റെ നല്ല വീതിയുള്ള കരയൊക്കെ കൊടുത്ത് ഇത്തിരി പശയൊക്കെ മുക്കി നീ ആരാ? അങ്ങനെ ചോദിക്കും. ഒരു മൊബൈൽ ടോയ്ലറ്റ് കഴിക്കുക, കാനാ പീന സോന ഹബിന കഴിക്കുന്നു. കുറെ മൊബൈൽ ടോയ്ലറ്റ് ആണ് നീ ഈ ജീവിക്കുമ്പോൾ. ഇനി മരിച്ചാലോ? ഭൂമിയുടെ അടുത്ത കഥ പറയട്ടെ. ഈ ഭൂമിയിലാണ് നമ്മൾ മരിക്കാൻ. ചുജായി ചോദിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാ പിന്നെ നീ ആരാ? റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. എടാ പൊട്ടാനാളെ മരിച്ചു കഴിഞ്ഞാ നീ ആരാ? 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുപോയി മനസ്സിൽ കിടത്തിയ പിന്നെ നിന്റെ പേര് മയ്യത്തെന്നല്ലേ? പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. എടാ പൊട്ടാ, നിന്റെ ബഹുമാനം നിനക്കാരാ ബഹുമാനിക്കുക? അഹമ്മദ് കബീർ വാക്കബി ഇങ്ങോട്ട് കടന്നു വരുമ്പോ എത്ര പേരാണ് മുസാഫഹത്ത് ചെയ്യാൻ വന്നത്? എത്ര പേരാണ് തങ്ങന്മാരെ കാണാൻ വന്നത്? സാബിക്കനീത്തങ്ങൾ വാഹനത്തിന് പറയാൻ വേണ്ടി വരുമ്പോ എത്ര പേരാണ് മുസാഫഹത്ത് ചെയ്യാൻ വരുന്നത്? എത്ര പേരാ ബഹുമാനിക്കുക? എത്രയോ ആളുകളാണ്. എത്ര ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ കാസറ്റിൽ കണ്ടതല്ലേ, നേരിൽ കാണാൻ എന്തൊരു പൂതിയാ. അതുപോലെയാണ് എനിക്ക് നിങ്ങളെ കാണാൻ എനിക്കും ആഗ്രഹമാണ്. പക്ഷേ അഹമ്മദ് കബീർ നമ്മുടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കൊല്ലം ജില്ലയിലുള്ള എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലെ മുമ്പിൽ കിടക്കുമ്പോ ഒന്ന് ബഹുമാനിക്കാൻ ആരാണുള്ളത്? 10,000 വകുത് കേൾക്കാൻ ഒരുമിച്ച് കൂട്ടിയവനെ വിടെ? സഹോദരങ്ങളെ പറഞ്ഞിട്ടുടൽക്കെന്ത് ബഹുമാനം പൊട്ട. ആ സമയത്ത് നിനക്കെന്താണ് ബഹുമാനമുള്ളത്? ഇവിടെ തടിച്ചുകൂടിയ പരാവരം പോലെ പരന്നു കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ആരാ നമ്മൾ ബഹുമാനിക്കാനുള്ളത്? ആരാണ് നമുക്ക് വേണ്ടി കരയാനുള്ളത്? ആരാണ് നമുക്ക് വേണ്ടി നിലവിളിക്കാനുള്ളത്? സഹോദരങ്ങള്, ഇന്നലെ രാത്രിയിൽ തിരിച്ചു പോയതാണ്. രാവിലെ കൂട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരൻ മരിച്ചുപോയി. എപ്പോഴാ മരണമെന്നറിയോ? ഇന്നലെ ഞാൻ പുത്തനങ്ങാടി സുഗതാക്കളുടെ മക്ബറയിൽ നേർച്ചയിൽ പ്രസംഗിക്കുമ്പോ അവിടുത്തെ പ്രസിഡന്റ് കൊടിയേറ്റ് നടന്ന് അന്നത്തെ വൈകുന്നേരം ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. KT അലി സാഹിബ്, അള്ളാഹു ഖബറിടം വിശാലമാക്കട്ടെ. ആ മഹലിന്റെ പ്രസിഡന്റാണ്. അവസാനത്തെ ദിവസം ഇന്നാണ്. ഇന്ന് ബഹുമാനായ സയ്യിദ് അവറുകളുണ്ട്. പക്ഷേ ദുആയിൽ ആമീൻ പറയാൻ ആ മനുഷ്യനില്ല. ആ മനുഷ്യൻ മണ്ണിന്റെ അടിയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ സദസ്സിൽ ആമീൻ നടക്കുകയായിരിക്കാം. പൊന്നുമോനെ കൂട്ടുകാരനോട് പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരൻ മരിച്ചുപോയി. സ്വന്തം കൂട്ടുകാരനോട് മരണവാർത്ത പറഞ്ഞ യത്തവനെ ചോദിക്കാനുള്ളത് ഒറ്റ വാർത്തയാണ്, എപ്പോഴാണ് നടക്കുക, എപ്പോഴാണ് കുഴിച്ചിടുക? പൊന്നുമോനെ, അഹങ്കാരത്തോടെ ആരോഗ്യത്തോടെ എല്ലാം മതിച്ചമർത്തിയിട്ട് നടന്നു പോകുമ്പോ, പണത്തിന്റെ ഹുങ്ക് കാണിക്കുമ്പോ, ആരോഗ്യത്തിന്റെ ഹുങ്ക് കാണിക്കുമ്പോ, പടച്ചറപ്പിന്റെ പള്ളിയിലെ വിളി മറക്കുമ്പോ, നാളെ നീ മരിച്ചിട്ട് മരന്ന് കിടന്ന കൂട്ടുകാരൻ അറിയേണ്ടതെന്താ? എപ്പോഴാണ് നടക്കുക? വീട്ടിലിരുന്നിട്ട് മക്കള് പറയുന്നതെന്താ? 4 മണിയായി, പള്ളിയിലെ കാലിയാർക്ക് ഫോൺ വിളിക്കുന്നു, കുടി തീർന്നു. എത്രയും പെട്ടെന്ന് ഇതിനെ കൊണ്ടുപോയി മണ്ണിട്ട് മൂടേണ്ടതല്ലേ? ഇഷ്ടപ്പെട്ടവരെല്ലാം നട്ടപ്പാടോത്ത് കരയുന്ന സമയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇന്നലെ വൈകുന്നേരം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് സാഹിബിന്റെ ഹോട്ടൽ ഉദ്ഘാടനമുണ്ട്. 4 മണിക്ക് രാവിലെ സുബഹി കഴിഞ്ഞിറങ്ങി. സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 7 വയസ്സും 4 വയസ്സുമുള്ള എന്റെ പൊന്നുമക്കൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് ബാഗ് പറക്കിയിട്ട് വണ്ടിയിലോട്ട് കയറുന്ന എന്റെ 2 കവിളിന് മുത്തം തന്ന് ഉപ്പാന്ന് പറഞ്ഞ് യാ
യാത്രയാക്കുമ്പോ എന്റെ മക്കളോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇൻഷാ അല്ലാഹ് മക്കളെ, വല്ലപ്പുഴയിൽ മകരം കിടന്നിട്ട് നാളെ രാവിലെ സുബഹിക്ക് വാങ്ങി വിളിക്കുമ്പോ പൊന്നു മക്കളെ കണ്ണ് തുറന്ന വാപ്പയടുത്തുണ്ടാകുമെന്ന് എന്റെ കുഞ്ഞുങ്ങളോട് ഫോൺ വിളിച്ചിട്ട് മക്കള് കിടന്നുറങ്ങിക്കോ, ഉപ്പ നാളെ രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് സലാഹുദ്ദീൻ വൈസി വിളിച്ചപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത്. എന്റെ മക്കൾ എന്നെ കാത്തിരിക്കുകയാണ് വീടിന്റെ ഉമ്മറപ്പടിയില്. ആർക്കറിയാം നാളെ അഹമ്മദ് കബീർ കൊല്ലത്തുള്ള എന്റെ വീട്ടിലെത്തുമോ, അതല്ല 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താകുമോ എത്തുക. മുത്തം തരാൻ കാത്തിരിക്കുന്ന മക്കൾ പോയി കാറ് പോയി പോർച്ചിൽ നിന്നാലുടനെ ഫോണ് കേട്ടാൽ ഓടി വന്നിട്ട് കയ്യും പുഞ്ഞിളം കയ്യും നീട്ടി ഉപ്പാ മിഠായി എവിടെയെന്ന് ചോദിക്കുന്ന എന്റെ പൊന്നുമക്കളോട് വാപ്പയില്ല, വാപ്പ മരിച്ചു എന്നുള്ള വാർത്തയാകുമോ? മിഠായി കാത്തിരിക്കുന്ന മക്കൾ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ ആ മക്കളോട് പറയേണ്ട മക്കളെ, ഹശ്ർ മേ ഫിർ മിലേംഗെ മേരെ ദോസ്തോ, ബസ് ഗയി യേ മഖാം ആഖിരി ആഖിരി, ഹശ്ർ മേ ഫിർ മിലേംഗെ മേരെ ദോസ്തോ, ബസ് ഗയി യേ മഖാം ആഖിരി ആഖിരി. പൊന്നുമക്കളെ, ഉപ്പ പോവുകയാണ്. കൊഞ്ചിച്ച് കൊതി തീർന്നിട്ടില്ല, ലാളിച്ച് കൊതി തീർന്നിട്ടില്ല, മുത്തം കൊടുത്ത് കൊതി തീർന്നിട്ടില്ല. സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വയസ്സ് 35 കഴിഞ്ഞു. എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം. അള്ളാഹു ജീവിതത്തിന്റെ തുടക്കത്തിൽ വല്ലാത്ത കഷ്ടപ്പാടാണെങ്കിലും സഹോദരങ്ങളെ ആഗ്രഹിച്ചതൊക്കെ പടച്ചിറമ്പ് കൈവെള്ളയിൽ തന്നു. പക്ഷെ എന്റെ ആഗ്രഹമല്ലേ തീർന്നിട്ടുള്ളൂ. എന്റെ ഭാര്യയോട് സ്വകാര്യ നിമിഷത്തിൽ ഞാൻ പറയാറുണ്ട്, ദുആ ചെയ്യണേ, മറക്കരുതേ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ ആഗ്രഹത്തിൽ തീർന്നിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ പൊന്നുമക്കൾ ഉപ്പ ഉമ്മ എന്ന് വിളിച്ച് അവരുടെ കൊതി തീർന്നിട്ടില്ലല്ലോ. ഈ ഉപ്പയെ വിളിച്ചിട്ട് മക്കളുടെ കൊതി തീർന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ കൊതികളൊക്കെ തീർന്നു, ആഗ്രഹങ്ങൾ അവസാനിച്ചു. പകലേ കഫൻ റോ ചുക്കി സബ് മിൽകർ മാൻ ബാപ് ഭായി ബഹൻ. സാധാരണ ഞാൻ കുളിച്ചിട്ടാണ് വസ്ത്രം മാറ്റുക. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറ്റിക്കളഞ്ഞു. മരിച്ചു കിടന്നവന്റെ ആത്മകലം ചെയ്യുകയാണ്. സാധാരണ കുളിച്ചിട്ടാണ് വസ്ത്രം മാറ്റുക. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറ്റിക്കളഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കാണുന്നതെന്താ? എന്റെ ഭാര്യ, എന്റെ ഉമ്മ, എന്റെ മക്കൾ എന്റെ ചുറ്റും നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ മക്കളെ കരച്ചിൽ കാണുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പറയണമെന്നുണ്ട്, മക്കളെ, ഹശ്റമേ ഫിർ മിലേംഗെ, നിങ്ങളുടെ വാപ്പ കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് ഹൂരണീങ്ങളുള്ളത്, ഇനി അപ്പഴേ നിങ്ങളുടെ ഉപ്പയ്ക്ക് സ്വർണത്തിന്റെ പുടവയുള്ളത്. പെങ്ങളെ, ഇനിയല്ലേ നിങ്ങളുടെ ഉപ്പയ്ക്ക് ഹൂരണീങ്ങളുള്ളത്. പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെന്നറിയോ, പറയാൻ കഴിയണമെങ്കിൽ ഞാനാകണം. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ മുഖർറബാകണം. അല്ലാഹു നമ്മളെ മുഖർറബാക്കി തരട്ടെ. ആരാ മുഖർറബ് എന്നറിയോ? ആ മുഖർറബ് മരിക്കുമ്പോഴാണ് ഭൂമി തേങ്ങിക്കരയുക. അതാണ് ആര്? അവനവ മരിക്കുമ്പോ ഭൂമിയെ കൊണ്ട് കരയിപ്പിക്കും. ഇതാണ് ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത. അവനെ മരിക്കുന്ന സമയത്ത് മലന്ന് കിടക്കാനല്ല, മരിച്ചിട്ട് വീട്ടിൽ കിടക്കുമ്പോ ഭൂമി കരയണം. നമ്മളെ ഓർത്ത് കരയോ? അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, ഫമാ ബക്കത അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻവരീൻ. ഫിറഔനും അവന്റെ മന്ത്രിമാരും മരിച്ചപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ ഭൂമി കരയും. എപ്പോഴെന്നറിയോ? ഫിറഔനും അവന്റെ മന്ത്രിമാരും മരിച്ചപ്പോ ആകാശവും കരഞ്ഞില്ല, ഭൂമിയും കരഞ്ഞില്ല. ആ സമയത്താണ് സഹാബത്ത് വന്ന്
ചോദിച്ചത്, യാ റസൂലല്ലാഹ് ഹൽ തബകി സമാഉ വൽ അർദു അലാ മൗതി അഹദിൻ, ഒരാൾ മരിച്ചാൽ ആകാശവും ഭൂമിയും അവന് വേണ്ടി കരയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കരയും. ആർക്ക് വേണ്ടിയാണ് നബിയേ? ആകാശവും ഭൂമി കരയുന്ന ഒരു രംഗം മരണത്തിന്റെ സമയത്ത് ഈ ആകാശം കരയും, ഈ ഭൂമി കരയും. ആ രംഗം നബി തങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. രണ്ടാമത്തെ പ്രത്യേകത, നമ്മൾ മരിച്ച ആകാശവും ഭൂമിയും നമുക്ക് വേണ്ടി കരയട്ടെ. അതിനെന്ത് ചെയ്യണം? ഭൂമിയുടെ പുറത്തൊരു ജീവിച്ചിരിക്കുമ്പോ ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരാ സലാത്ത് മോറെ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇദാ മാതൽ അബ്ദു സാലിഹ്, ഇദാ മാതൽ അബ്ദു സാലിഹ്, ഒരു നല്ലവനായ മനുഷ്യൻ മരിച്ചുപോയാൽ അവന് വേണ്ടി ആകാശം കരയുമെന്ന്, അവന് വേണ്ടി ആകാശം പൊട്ടിക്കരയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാണ് ആകാശം കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആകാശത്തിൽ 2 വാതിലുകളുണ്ട്. ഓരോ വാതിലും ഓരോ മലക്കുകളെ കാവലുണ്ട്. സഹോദരങ്ങളെ, ഒരു വാതിലൂടെയാണ് ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന റിസ്ക് ഇറങ്ങി വരിക. മറ്റേ വാതിലൂടെയാണ് അല്ലാഹുവിന് അവൻ ചെയ്യുന്ന ഇബാദത്ത് കയറി പോവുക. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ 2 വാതിലും 2 മലക്കുകളെ കാവലുണ്ട്. ഒരു മലക്ക് പറയും അത്രേ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആ മനുഷ്യൻ മരിച്ചല്ലോ അല്ലാഹ്, ഇനി അവന്റെ നിസ്കാരം വരില്ലല്ലോ, ഇനി അവന്റെ നോമ്പ് വരില്ലല്ലോ, ഇനി അവന്റെ തസ്ബീഹ് വരില്ലല്ലോ, ഇനി അവന്റെ സദഖ വരില്ലല്ലോ. ഈ ബക്കറ്റുമായിട്ടൊരു പാവപ്പെട്ട മുഅദ്ദിൻ സാഹിബിന്റെ ആരാ മുഅദ്ദിൻ എന്നറിയോ? നാളെ പരലോകത്ത് സർവ്വ മനുഷ്യരും പടച്ചറപ്പിന്റെ മുമ്പിൽ മുഖം കുനിച്ചു നിൽക്കുമ്പോ വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സിർനാ വസമിഅനാ ഫർജിനാ നഅമല സാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഈ ലോകത്തെ മുഴുവനും കിടുകിടാവിറപ്പിച്ച ഏകാധിപതികള്, സർവാധിപതികള്, സച്ചാധിപതികളും പടച്ചറപ്പിന്റെ മുമ്പിൽ തലകുരിച്ചു നിൽക്കുമ്പോ അല്ലാഹു പറയും, ചില ആളുകൾ തലപൊന്തിച്ചു നിൽക്കട്ടെ. നമ്മളൊക്കെ പടച്ചറപ്പിന്റെ മുമ്പിൽ തലകുരിച്ചു നിൽക്കുമ്പോ ചില ആളുകളോട് അല്ലാഹു പറയും, തലപൊന്തിച്ചു നിൽക്ക്. അതാരാന്നറിയോ? അതാരാന്നറിയോ? അതാരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മുഅദ്ദിനൂന അത്വലുൻ നാസി യൗമൽ ഖിയാമ. 5 നേരവും ഉറക്കത്തിൽ നിന്നേറ്റ് മനുഷ്യരെ ബാങ്ക് വിളിക്കാൻ വേണ്ടി തലപൊന്തിച്ചു നിന്ന മുഅദ്ദിന്മാർ, ഏറ്റവും തുച്ഛ ശമ്പളമുള്ള മുഅദ്ദിന്മാർ, അവരെ നാളെ പരലോകത്ത് നമ്മുടെ തലകുനിച്ചു നിൽക്കുമ്പോ അവരെ തലപൊന്തിച്ചു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിനെ വിധങ്ങൾ പറയുമ്പോ ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദാകാൻ പടപ്പറമ്പുകളിൽ ഉമറിന് ആവശ്യമില്ലായിരുന്നെങ്കിൽ ലവദ്ദിനു ഫീഹി മസ്ജിദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലെ മുഅദ്ദിൻ ജോലി ഉമർ ഏറ്റെടുക്കുമായിരുന്നെന്ന്. മുഅദ്ദിൻ ജോലി നിസ്സാരമല്ല, നിസ്സാരമായി കണ്ടത് നമ്മളാണ്. ഏറ്റവും കുറഞ്ഞ ശമ്പളം മുഅദ്ദിനാക്കിയത് നമ്മളാണ്. പക്ഷേ സഹോദരങ്ങളെ, ഈ ആയത്ത് പറഞ്ഞപ്പോ പരലോകത്ത് തലപൊന്തിച്ചു നിൽക്കുന്നവൻ മുഅദ്ദിനാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പടപ്പറമ്പിന് ജിഹാദിന് വേണ്ടി എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ ലവദ്ദിനു ഫീ മസ്ജിദി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ പള്ളിയിലെ മുഅദ്ദിൻ ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. ഈ സദഖ നിസ്സാരമല്ല. അല്ലാഹുവേ, ഈ ചെയ്യുന്ന സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. പാവപ്പെട്ട മുഅദ്ദിന് വേണ്ടി ഒന്ന് തലചായ്ക്കാൻ ഒരു കൂരയ്ക്ക് വേണ്ടി സദഖ ചെയ്യുന്നവർ, അവരുടെ മനസ്സിലെ ആഗ്രഹമാണോ നീ സബലീകരിക്കണേ അല്ലാഹ്, നീ സബലീകരിക്കണേ അല്ലാഹ്. ആയിരങ്ങൾക്ക് ശാന്തി സമാധാനം കൊടുത്ത റബ്ബേ, സഹോദരങ്ങളെ, നിങ്ങൾ ഈ സദഖ ചെയ്താൽ ആകാശത്തിലെ മലക്ക് പറയും, പടച്ചവനെ, ഏത് കാര്യത്തിനും അവൻ സദഖ ചെയ്യുന്നവനായിരുന്നു. ഇനി ആ സദഖ വരില്ലല്ലോ റബ്ബേ, ഇനി ആ നിസ്കാരം വരില്ലല്ലോ റബ്ബേ, ഇനി ആ റമദാൻ വരില്ലല്ലോ റബ്ബേ, ഇനി അവന്റെ ഇഫ്താർ വരില്ലല്ലോ റബ്ബേ, അവന്റെ ഈ വാളിന് വേണ്ടി ഓടി നടന്നതിന് വരില്ലല്ലോ റബ്ബേ.
എത്ര ചെറുപ്പക്കാരാണ് ഈ വാത് സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നത്? എത്ര ചെറുപ്പക്കാരാണ് 100 കണക്കിന് കിലോമീറ്റർ താണ്ടിയിട്ട് ഇവിടെ വന്നത്? പൊന്നു മക്കളെ, നിരാശരാവണ്ട. നീ മരിക്കുമ്പം ആകാശത്തിലെ മലക്ക് പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അവനിന് വാതിന് വേണ്ടി പോകുന്നത് കാണാൻ കഴിയില്ലല്ലോ. മലപ്പുറത്ത് കൂട്ടായിൽ നിന്ന് ലോറിയിൽ കയറി വന്ന സഹോദരിമാരിവിടെയുണ്ട്. ഉസ്താദേ, കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ നല്ല രീതിയിലായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ വാതിന് വേണ്ടി എവിടെ വന്നാലും മംഗലാപുരത്ത് നിന്ന് വണ്ടി വിളിച്ചു വന്ന സഹോദരൻ ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്. സഹോദരങ്ങളെ, പാടാവില്ല. നാളെ മരിക്കുന്ന സമയത്ത് ആകാശത്തിന്റെ കവാടം തുറക്കട്ടെ, പ്രപഞ്ചത്തിന്റെ കവാടം തുറക്കട്ടെ. അവിടെ നിന്നൊരു മലക്ക് കരയട്ടെ. ആരെ ഒത്തിട്ടാ മലക്ക് കരയുന്നത്? കടികാരത്തിന്റെ സൂര്യ പുറകോട്ട് കിടക്കട്ടെ. സ്വർഗത്തിന്റെ ശീതള ചായ വെച്ച് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാന്ന് പറഞ്ഞപ്പോ, വേണ്ട റബ്ബേ വേണ്ട റബ്ബേ, അവര് ചോര ചിന്തുന്നവരല്ലേ എന്ന് പറഞ്ഞ് തടസ്സം നിന്ന മലക്ക് ആ മനുഷ്യൻ ഭൂമിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അന്ന് പടക്കണ്ട എന്ന് പറഞ്ഞ് തടസ്സം നിന്ന മലക്ക് കരയും, അല്ലാഹുവേ ഇനി ഇവന്റെ സൽക്കർമ്മം വരില്ലല്ലോ. രണ്ടാമത്തെ കവാടത്തിൽ ഒരു മലക്കുണ്ട്. ആ മലക്ക് പറയും, പടച്ച റബ്ബേ, ഇനി നിന്റെ റിസ്ക്കും ബറക്കത്തും വരാൻ ഈ വാതിൽ തുറക്കില്ലല്ലോ. ഇവൻ മരിച്ചു പോയല്ലോ അല്ലാ എന്നോർത്ത് കരയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് കബീർ മരിച്ചാൽ ആകാശം കരയുമോ? ഭൂമി കരയുമോ? ഭൂമി കരയുമെന്ന് പറഞ്ഞാൽ സഹോദരിമാരെ, നിന്റെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന തെങ്ങ് കരയാൻ തുടങ്ങും. ആര് കരയും? ഈ നിൽക്കണ വൃക്ഷം കരയും. ഈ നിൽക്കണ വൃക്ഷം എന്താ കരയൂലേ? എന്താ കരയൂലേ? ആ വൃക്ഷം നിസ്കരിക്കുന്നുണ്ട്. പിന്നെ അതിന് കരയാനെന്താ വൃക്ഷം? ആ വൃക്ഷം നിസ്കരിക്കുന്നുണ്ടല്ലോ. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജുമു വസ്സദറു യസ്ജുദാൻ. തരുക്കളും താരകങ്ങളും വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. പൊന്നുമോനെ, വൃക്ഷ സുജൂദ് ചെയ്യുന്നുണ്ട്. വല്ലപ്പുഴ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയാണ് കട്ടിലിന്റെ മുകളിൽ കിടന്ന് നിസ്കാരം കളാക്കി ഉറങ്ങിയത്. അപ്പോഴും ആ കട്ടിലുണ്ടാക്കിയ മര നിസ്കാരം കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ മോനെ നീ എന്ത് വലിയ ആളെന്ന് പറഞ്ഞു. ആ മരത്തിന്റെ നിസ്കാരം കഴിഞ്ഞു. ഖുർആനല്ലേ ലോകത്ത് ആദ്യമായി വനനശീകരണത്തിന്റെ ബില്ല് പാസാക്കിയത്? അബുൽ കലാം വന്നിട്ട് മറൈൻ ഡ്രൈവില് ഒരു മരത്തിന്റെ കൊമ്പ് കൊത്തിക്കളഞ്ഞപ്പോ 100 മരം നടാൻ പറഞ്ഞു അബുൽ കലാം. സഹോദരങ്ങളെ, നല്ല ചുരുണ്ട തുടിയുള്ള അബുൽ കലാം മറൈൻ ഡ്രൈവിൽ ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞപ്പോ പിറ്റേ ദിവസം പൊട്ടിക്കരഞ്ഞിട്ട് അബുൽ കലാം പറഞ്ഞു, ആ ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടിയതിന്റെ പേരിൽ 100 മരം മറൈൻ ഡ്രൈവിൽ വെട്ടിവെക്കണമെന്ന്, മറൈൻ ഡ്രൈവില് നട്ടുപൊളിക്കണമെന്ന്. സഹോദരങ്ങളെ, ഗുജറാത്തിലെ പെണ്ണുങ്ങളുടെ കൈവെട്ടിക്കളഞ്ഞു. 100 കൈ പിന്നീട് വെച്ച് പിടിപ്പിക്കപ്പെടാൻ ലോകത്ത് മനസാക്ഷിയുള്ള ഒരു ഭരണകർത്താവും പറഞ്ഞില്ല. അത് മനുഷ്യന്റെ കൊമ്പ്, ഇത് മരത്തിന്റെ കൊമ്പ്. മനുഷ്യനേക്കാൾ മരത്തിന് വിലയുള്ള കാലം. ഒരു മരം നശിച്ചാൽ 100 മരം വെട്ടിപ്പിടിക്കുന്ന കാലം. ഒരു മനുഷ്യൻ പോയാൽ പിന്നെ മനുഷ്യനെ ഓർക്കാത്ത കാലം. സഹോദരങ്ങളെ, സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. നിസ്കാരം ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ പാടില്ല. അതുകൊണ്ട് മരത്തെ ഇടയ്ക്ക് വെച്ച് മുറിക്കാനും പാടില്ല. വനനശീകരണ ബില്ല് പാസ്സാക്കി. വൃക്ഷം സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം. നിസ്കാരം ഇടയ്ക്ക് വെച്ച് മുറിക്കാവോ? അപ്പൊ മരം ഇടയ്ക്ക് വെച്ച് മുറിക്കാവോ? പാടില്ല. വനനശീകരണ ബില്ല് ആദ്യം പാസ്സാക്കിയത് ഖുർആനാണ്. അത് പിന്നീടാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ മുറ്റത്തിരിക്കുന്ന വൃക്ഷങ്ങളെ കരയാൻ തുടങ്ങും. പെങ്ങളെ, അഭിശപ്തമായ രാത്രിയോട് വിട പറയുക, റിയാലിറ്റി ഷോയോട് വിട പറയുക, ഈ കലിയുടെ സീരിയലോട് വിട പറയുക, സന്ധ്യാസമയത്ത് ഖുർആൻ ഓതുക. നാളെ നീ മരിച്ചിട്ട് പെങ്ങളെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടക്കുമ്പോ നിന്റെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന തെങ്ങുമരം കരയാൻ തുടങ്ങും. അല്ലാഹുവേ, ഇനി ഇവന്റെ ഖുർആൻ ഓതൽ കേൾക്കില്ലല്ലോ, ഇനി ഇവന്റെ നമസ്കാരം കേൾക്കില്ലല്ലോ, ഇവളുടെ മൗലൂദ് കേൾക്കില്ലല്ലോ, ഇവളുടെ മദ്ഹ് നബി കേൾക്കില്ലല്ലോ എന്നോത്ത് സ്വന്തം വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മരങ്ങൾ, നടന്നു പോകുന്ന വഴിയിലുള്ള പുൽക്കൊടികൾ, പടച്ചവനെ ഇനി ഇവൻ സുബഹിക്ക് വേണ്ടി വരില്ലല്ലോ, ഇവന്റെ കാലിനി എന്റെ ശരീരത്തെ സ്പർശിക്കില്ലല്ലോ,
വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോകുന്ന വഴിയിൽ ഏതൊക്കെ പുൽക്കൊടികളുണ്ടോ, നമ്മൾ മരിച്ചാൽ ഭൂമി കരയുന്നത് പുൽക്കൊടികളാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. തൊണ്ട വരളുന്നുണ്ടെങ്കിൽ നനയ്ക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. കാറ്റത്ത് പറന്നു പോകുന്ന കരിയില പോലെ എണ്ണ നിറച്ചിട്ട് എണ്ണ തീരുമ്പോ കരിന്തിരി കാക്കുന്ന മണ്ണെണ്ണ വിളക്ക് പോലെ ജീവിതം എരിഞ്ഞടങ്ങി പോകുമ്പോ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ കബർ പോലും പറയുമത്രേ, എടാ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോയവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടായിരുന്നടാ. ചിന്തിക്ക് സഹോദരങ്ങളെ, ചിന്തിക്ക് ചെറുപ്പക്കാരാ. വല്ലപ്പുഴ പള്ളിയിലെ ഖബർസ്ഥാനിനെ കാണുമ്പോ പറയും, ഈ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോയവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ നീയായിരുന്നടാ. നിനക്ക് വേണ്ടിയല്ലേ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ച് കാത്തിരുന്നത്, നിനക്ക് വേണ്ടിയല്ലേ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ച് കാത്തിരുന്നത്. പൊന്നുമോനെ, പള്ളക്ക് കുത്തി പഠിക്കാനില്ല, ആരവം മുഴക്കാനില്ല, പള്ളിയുടെ ഖബർസ്ഥാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരനാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മരിക്കുന്നവനാണ് മോനെ, അങ്ങനെ മരിക്കുന്നവനാണ് മോനെ. उसने शादी की चूड़े पहन कर सिर्फ चुमाता है मेरी कफन को, उसी दिल से जन्नत के हूरे मुझे दूल्हा बनाए हुए थे. उसने शादी की चूड़े पहन कर सिर्फ चुमाता है मेरी कफन को. ഒരു സുന്ദരിയായ ഭാര്യയും അവളുടെ ഭർത്താവും വിവാഹത്തിന്റെ 1-ാം വാർഷിക ദിവസം ഭർത്താവ് കൊടുത്ത പട്ട് സാരി കൊടുത്തിട്ട് ഭാര്യ പോയി തൊട്ടടുത്ത വീട്ടിലേക്ക്. ആ തൊട്ടടുത്ത വീട്ടിൽ വിവാഹത്തിന്റെ ആർഭാടത്തിൽ ഒരുങ്ങി കിടക്കുമ്പോഴാണ് ഭാര്യയോട് വന്നിട്ട് ആരോ പറഞ്ഞു കൊടുത്തത്, പെണ്ണേ നിന്റെ ഭർത്താവ് മരിച്ചുപോയി, പെണ്ണേ നിന്റെ ഭർത്താവ് മരിച്ചുപോയി, പെണ്ണേ. വിവാഹത്തിന്റെ പട്ട് സാരി കൊടുത്തിട്ട് പോയ പെണ്ണ് ആശങ്കയോടെ, ആകുലതകളോടെ, വ്യാകുലതയോടെ, വ്യഥയോടെ, ശ്രദ്ധയോടെ, ആദിയോടെ ഓടിപ്പാഞ്ഞു വരുമ്പോ പൊന്നു ഭർത്താവ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്റെ മരണമാല്യം ചാർത്തിയ ഭർത്താവ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ ആ പെണ്ണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു അത്രേ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വിവാഹത്തിന്റെ പട്ടുടയാളെ എനിക്ക് നൽകിയവനെ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വിവാഹത്തിന്റെ പട്ടുസാരി തന്നവനെ ഇന്ന് എന്നോട് സലാം പറയാതെ പോകുന്നുവോ, എന്നെ ഒട്ടയാക്കി പോകുന്നുവോ. അവസാനം മയ്യത്തെടുക്കാൻ സമയമായി. ആ സമയത്ത് തന്റെ ഭർത്താവിന്റെ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ച് ആ പെണ്ണ് പറഞ്ഞ, ഭർത്താവിന്റെ മയ്യത്തെടുക്കരുതേ, ഇവന് ഞാൻ അവസാനത്തെ ചുടുകുമ്പനെ കൊടുത്തു കൊള്ളട്ടെയോ. ആ സമയത്ത് സ്വന്തം ഭാര്യ ഭർത്താവിന്റെ മയ്യത്തെടുക്കുന്നു. അവസാനം ജീവിതത്തിന്റെ കൂട്ടുകാരനോട്, ഇന്നലെ വരെ കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കടം പറഞ്ഞവനോട് അവസാനത്തെ ചുംബനം കൊടുക്കുമ്പോ മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ ആത്മാവ് പറയുന്നതായി കവി പറയുകയാണ്. ആ ഭാര്യയുടെ മുത്തം കിട്ടിയപ്പോ ആ സമയത്ത് ഭർത്താവ് പറയുകയാണ്, ഉസ്നെ ശാദി കി ചൂഡേ പഹൻകർ സിർഫ് ചുമാതാ ഹൈ മേരി കഫൻ കോ. എന്റെ ഞാൻ കൊടുത്ത വിവാഹത്തിന്റെ പട്ട് സാരി എടുത്തിട്ട് ഈ പെണ്ണെന്റെ കവളത്ത് മുത്തം നൽകുന്നുവോ. അല്ലാഹ് പറയാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹ് പറയാൻ തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് സഹോദരങ്ങളെ ഈ ജീവിതമെല്ലാം വിട്ടുപോകുമ്പോ പുഞ്ചിരിച്ചു പോകാൻ, ഭൂമിയെ കരയിപ്പിക്കാൻ, ഈ പ്രപഞ്ചത്തിന്റെ ഒരു അത്ഭുതത്തെ കരയിപ്പിക്കാൻ? എന്തിനാണ് മണ്ടിപ്പെണ്ണേ നീ എനിക്ക് ചുംബനം നൽകുന്നത്? നിന്റെ ചുംബനം എനിക്ക് നീ ആവശ്യമില്ല. നിന്റെ ചുംബനത്തിന് ഞാൻ കാത്തു കിടന്ന കാലം മാറി. കാരണം എന്തെന്നറിയുമോ, ഉസീ ദിൽ സെ ജന്നത്ത് കെ ഹൂറേ മുझे दूल्हा बनाए हुए थे. ഞാൻ മരിച്ചത് മുതൽ സ്വർഗത്തിലെ ഹൂറികൾ എനിക്ക് ചുംബനം തരാൻ കാത്തു കിടക്കുമ്പോ ദുനിയാവിലെ പെണ്ണേ നിന്റെ ചുംബനം എനിക്ക് എന്തിന്? ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പോകട്ടെയോ? അള്ളാഹു നമ്മളെ മരിക്കുന്ന സമയത്ത് എല്ലാവരും കരയുമ്പോ
ഭാര്യയല്ല കരയേണ്ടത്, മക്കളല്ല കരയേണ്ടത്. നമ്മളെ ഓർത്ത് ഭൂമി പൊട്ടിക്കരയണം. കരയുന്നവന്റെ മുമ്പിൽ ചിരിച്ചിട്ട് മറുപടി പറഞ്ഞ് പുഞ്ചിരിച്ചു പോകാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഭൂമിയെ കരയിപ്പിക്കാൻ കഴിഞ്ഞവന്റെ കൈ ചൂണ്ടിയപ്പോഴാണ് അലറിയടിക്കുന്ന തിരമാല പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങി നിന്നത്. ആ മനുഷ്യന്റെ കഥയാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ കഥ കേൾക്കണം. ആ മനുഷ്യൻ വിരൽ ചൂണ്ടിയപ്പോ അവിടെ അടങ്ങിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ചത്തിന്റെ നിയമം അത് നിയന്ത്രിതമാണെങ്കിലും അത് ചിലർക്ക് അനിയന്ത്രിതമാക്കാൻ കഴിയും. എപ്പോ ഖുർആൻ പറഞ്ഞ കഥ കേൾക്കി. ഒരു വെള്ളക്കടലാസ് എടുത്തിട്ട് വെള്ളത്തിയിട്ടപ്പോ അവിടെ നിന്നു. കേട്ടിട്ടില്ലേ കഥ? മോനെ, സീരിയലിന്റെ കഥ കേട്ടാ പോരാ, എന്റെ പൊന്നു മോനെ കേൾക്കണം, എന്റെ പൊന്നു മോളെ കേൾക്കണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ആ നന്മയുടെ ഭാഗത്തോട്ട് നമുക്ക് കടന്നു പോകാം. എന്നിട്ട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയുകയും ചെയ്യാം. നമ്മുടെ വിഷയം തീർന്നില്ല. ഖുർആനും പ്രപഞ്ചം ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടേ പോകും. പരലോകത്ത് എന്താ അവസ്ഥ നമ്മൾ പറയണമല്ലോ പ്രപഞ്ചത്തിന്റെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് അമൂല്യമാണ്. 10,000-കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ ഒരു 10 മിനിറ്റ് ഖുർആന്റെ മഹാസംഭവം പറയുന്നതിന് മുമ്പ്, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞ ഈ മഹാസംഭവം പറയുന്നതിന് മുമ്പ് എന്റെ ശബ്ദം കേൾക്കാൻ എന്റെ സദസ്സിനോട് 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഒരു മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ ഉസ്താദേ എന്ന് പറഞ്ഞു ആമാശയത്തിന് ക്യാൻസർ ബാധിച്ച് ക്യാൻസർ കൊണ്ട് ആമാശയം പഴുത്തു വിറങ്ങലിച്ച് ചീന്തനം വെളിയിലോട്ട് ഇറങ്ങി ഒരു സദസ്സിന് വെച്ച് ആരാ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് ഒരു സദക്ക ചെയ്യാൻ വെച്ചു. ഉസ്താദേ ഞാൻ തരാം ഉസ്താദ്. ദുആ ചെയ്ത് രണ്ടാമതാരാ ഞാൻ തരാം ഉസ്താദ്. ദുആ ചെയ്ത് മൂന്നാമതാരാ ആ മനുഷ്യൻ എഴുന്നേറ്റിട്ട് ഉസ്താദേ ഞാൻ തരാം ഉസ്താദ്. എന്താ ഉസ്താദേ? ഭാര്യക്ക് ആമാശയത്തിന് ക്യാൻസറാ, പഴുത്തിട്ട് ചീന്തനം വെളിയിലോട്ട് വരികയാ ഉസ്താദേ. ഡോക്ടർമാർ മുഴുവനും തള്ളി, എനിക്ക് ഇതിലെല്ലാവരും ഒരു തണുപ്പില്ല ഉസ്താദേ. ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് 3 സലാത്ത് ചൊല്ലി ദുആ ചെയ്തു. സഹോദരങ്ങളെ, ആ രോഗം മാറി ഭാര്യയും ഭർത്താവും കൂടി ഹജ്ജ് ചെയ്ത് അൽഹംദുലില്ലാഹ് തിരിച്ചു വന്നു. അവസാനം തിരിച്ചു വന്നിട്ട് അവരുടെ കുട്ടിയെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് കിട്ടിയതാ. എന്റെ മോനെ ഉസ്താദ് ഒന്ന് ഹാഫിളാക്കി തരണം. ഈ വിനീതൻ ജോലി ചെയ്യുന്ന ഹിഫ്ളുൽ ഖുർആനിൽ കൊണ്ടുപോയി ചേർത്തു. ആ കുട്ടി ഇപ്പൊ 13 ജുസുആയി. ഉസ്താദേ എന്തിനാണെന്നറിയോ? ഖുർആന്റെ ഭാഗമായിട്ട് കിട്ടിയത്. കല്യാണം കഴിഞ്ഞ് 17 വർഷമായിട്ട് കുട്ടികളില്ലാത്തവർ ഉസ്താദെ എല്ലാവരും നഷ്ടപ്പെട്ട ഡോക്ടർമാർ സർവ്വ ചാൻസും വിട്ടു. ഇൻഷാ അല്ലാഹ് നിർത്തി എന്നിട്ടൊരു സദഖ പറയും. എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാഹ് ദുആ ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ റമദാനിൽ ഞാൻ 17 വരുമ്പോ ഫോൺ വന്നു. എന്റെ വീടിന്റെ തിരുവനന്തപുരം ജില്ലയിലത്തെ ഉസ്താദെ ഒന്ന് വീട്ടിൽ വരണം. പോയപ്പോ ആഹ്ലാദം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, തലയിൽ പോകുന്നു എന്നറിയില്ല. ഉസ്താദെ ഭാര്യ ഗർഭിണിയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു സാലിഹായ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. 18 വർഷത്തിന് ശേഷം കിട്ടിയത് ഇരട്ട കുട്ടികളെയാ. ഈ മലബാറിൽ തന്നെ എത്രയോ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.